ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യെശയ്യാ വചനത്തില് നമുക്ക് വചനം കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. യെശയ്യാ 55 പറയുന്ന പക്ഷേ തിരുവചനത്തെ പറ്റി പറഞ്ഞ മനോഹരമായുള്ള തിരുവചന ഭാഗം ഇതാണ്. 55-ാം അധ്യായം 10-ാം വചനം. മഴയും മഞ്ഞും ആകാശത്തു നിന്ന് വരുന്നു, അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. ഹല്ലേലൂയ. നമ്മളെ ഈ ശുശ്രൂഷയുടെ പ്രത്യേകത അച്ഛൻ്റെ എന്തെങ്കിലും പ്രത്യേകത കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിവുകൊണ്ടോ എന്തെങ്കിലും നടക്കുമെന്ന് ആരും വിചാരിക്കില്ല. നിങ്ങൾ to the extent you receive the word of God or how you receive the word of God, നിങ്ങൾ എങ്ങനെ ഈ പ്രഘോഷിക്കപ്പെടുന്ന വചനം നിങ്ങൾ കേൾക്കുന്നുവോ അതിനനുസരിച്ച് ദൈവത്തിന്റെ അത്ഭുതകരമായ ഇടപെടൽ. The word will do miracles in your life. Hallelujah. ദൈവത്തിന്റെ വചനം നിങ്ങളുടെ ജീവിതങ്ങളിൽ അത്ഭുതമായി മാറും. Hallelujah. ഇരുകരവും ഒന്നാടൊക്കെ ഹല്ലേലൂയ വിളിച്ചേ. വചനം പറയും, ആകാശത്ത് മഴ പെയ്ത ഭൂമി നനയൂലേ, മഞ്ഞ് പെയ്ത രാവിലെ മഞ്ഞാരത്തല്ലേ. എന്ത് ഭാഗ്യപ്പെട്ടവരാ നിങ്ങൾ. നിങ്ങൾ എന്തെങ്കിലും രാവിലെ എഴുന്നേറ്റ് കർത്താവേ പീരുമേട്ടിൽ ജീവിക്കാൻ വരം തന്നതിന് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു എന്ന് പറയണം. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. അവിടെ നിങ്ങൾ ഒത്തിരി തണുപ്പ്, എന്തൊരു മഞ്ഞല്ലേ. അവിടെ എത്തുന്നു വന്നിട്ട് ഇന്നലെ പറഞ്ഞ പോലെയാ, എന്തൊരു സുഖമായിരുന്നു, എന്തൊരു ആശ്വാസമായിരുന്നു. ഇന്ന് എൻ്റെ പ്രഷറും ഷുഗറും എല്ലാം വളരെ നോർമലായിരിക്കും. അവിടുത്തെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പം ഉയർത്ത് കുളിച്ച് എഴുന്നേറ്റ് വരണേ. കർത്താവ് എന്തോരം നിങ്ങളെ സ്നേഹിക്കുന്നു മക്കളെ. അതുകൊണ്ട് തന്നെ എനിക്കറിയാം ജോലിയൊക്കെ കഴിഞ്ഞ് നിങ്ങളിപ്പോൾ കഷ്ടപ്പെട്ടോടി വന്നത്. പൊന്നുമക്കളെ, തിരുവചനം പറയാം, ആകാശത്തുനിന്ന് പെയ്യുന്ന മഴ പോലെ, ആകാശത്തുനിന്ന് പെയ്യുന്ന മഞ്ഞ് പോലെ ഇതാ അങ്ങോട്ട് മടങ്ങാതെ ഭൂമിയെ നനയ്ക്കുന്നു. അത് സസ്യങ്ങൾ മുളപ്പിക്കും. ന്യൂ പ്ലാന്റ്സ് വിൽ കം അപ്പ്, ന്യൂ പ്ലാന്റ്സ്, ന്യൂ ബ്ലെസ്സിങ്. ദൈവമക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന കാര്യമാണ്. നിങ്ങൾ ഈ വചനം കേൾക്കുമ്പോൾ പുതിയ ചെടികൾ നിങ്ങൾ പൊട്ടിക്കേൾക്കാൻ പോവാം. അവിടെ മുന്തിരിച്ചെടികൾ പൊട്ടിക്കേൾക്കാൻ പോവാം. അവിടെ പിന്നെന്താ അത്തിവൃക്ഷം പൊട്ടിക്കേൾക്കാൻ പോവാം. അവിടെ ഒലിവിൻ ചെടികൾ പൊട്ടിക്കേൾക്കാം. ഇതൊക്കെ രക്ഷയുടെ അടയാളമായിട്ട് ബൈബിളിൽ പറയുന്ന ചെടികളാണ്. നിങ്ങൾ വെറുതെ കേട്ടുകൊണ്ടിരുന്നാൽ മതി. കേൾക്കുന്ന ഒരു വചനം പറയുമ്പോൾ മനസ്സിലെങ്കിലും ഒരു ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വചനം സ്വീകരിക്കുമ്പോൾ വചനത്തിന്റെ ശക്തിയാണ്. ഇത്തിരി കൂടെ അച്ഛനും പറയാൻ തോന്നുക, അതുകൊണ്ട് ഇരുന്നു. കഴിഞ്ഞ 2008 മുതൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കാണുന്ന അനുഭവം നിങ്ങളോട് പറഞ്ഞു. വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, വചനം വിശ്വസിക്കുമ്പോൾ, വചനം പറയുമ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രസരിക്കുക. ഒരു യുവാവ്, ഒരു 40 വയസ്സ് കാണുവനാ. അവന് പെട്ടെന്നൊരു അസുഖം വന്നു. കാലിലെ ബ്ലഡ് സർക്കുലേഷൻ നിന്നുപോയി. അവസാനം കാല് മുറിച്ചു. ആദ്യം മുറിച്ചു, മുട്ടിന് താഴെ വെച്ച് കാല് മുറിച്ചു. എന്നിട്ട് അടുത്ത് വീണ്ടും കാലിങ്ങനെ കറുത്ത് കയറി വരിക, കാലിങ്ങനെ പഴുത്ത് കയറി വരിക. ഡോക്ടർമാർ പറഞ്ഞു, അരക്കെട്ട് വെച്ച് ഈ കാലിൻ്റെ ഈ ഭാഗം ഇവിടം വെച്ച് മുറിച്ചു കളയണം. ഒരു 35-40 വയസ്സുള്ളൊരു യുവാവിൻ്റെ മറ്റേതാണെങ്കിൽ നമുക്ക് വീണ്ടും വെച്ച് വെക്കാം. ദൈവങ്ങളെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റുമോ? ഇതാ ആ ഒരു അവസ്ഥയിലേക്ക് ആ ഒരു അവസ്ഥയിൽ പയ്യൻ നോക്കി. അവനിങ്ങനെ കിടക്കുക, അവൻ ഹാഫ് ഓഫ് ഓണും ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ അവൻ പറഞ്ഞൊരു കാര്യം ഇതാണ്. അവന്റെ ഭാര്യ നല്ല ഭക്തിയായിട്ടുള്ള ഒരു പെങ്കൊച്ചാണ്. അന്ന് അവള് ഒരു വചനം വായിച്ചു. നോക്കട്ടെ, ഇപ്പം പെട്ടെന്ന് വചനം ഇതായിരുന്നു. എസെക്കിയേലിന്റെ പുസ്തകം 37-ാം അധ്യായം 6-ാം വാക്യം. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ചു പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ ജീവൻ പ്രാപിക്കും. ഞാനാണ് കർത്താവെന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഈ വചനം രാവിലെ സർജറിക്ക് കാല് മുറിച്ച് മാറ്റാൻ പോവുക ഹസ്ബൻഡിന്റെ. ഈ വചനം രാവിലെ വായിക്കുന്നെങ്കിൽ യൂട്യൂബിൽ കിടക്കും. കോട്ടയം സെയിന്റ് ആനീസ് എന്ന യൂട്യൂബ് ചാനലിൽ ഈ സാക്ഷ്യം കിടപ്പുണ്ട്. മുറിച്ചു കളയേണ്ട കാലം അല്ലെങ്കിൽ അങ്ങനെ എന്തോ എൻ്റെ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഒരു 3-4 മാസം മുമ്പ് പറഞ്ഞൊരു സാക്ഷ്യം. അവങ്ങളെ ഈ ദൈവവൈതൽ അവൻ വിശ്വസിച്ചു. ഇവൻ പറഞ്ഞത് ഇങ്ങനെയാണ്, ഈ വചനം പറയുമ്പോഴത്തേന് ഇവന്റെ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നത് ഇവന് അനുഭവവേദ്യമാകുക. ഹല്ലേലൂയ. അവന് അത് അനുഭവവേദ്യമാകുക. അവന്റെ ശരീരത്തിൽ എന്തോ ഒരു പ്രത്യേകത ഉണ്ടാകുന്നത്. ഹല്ലേലൂയ.
ചങ്ങനാശ്ശേരി വേരൂഹട. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഒരു അസുഖമായിട്ട് ബന്ധപ്പെട്ട് എത്ര നാളായിരുന്നു മോനെ? 2018 അറിഞ്ഞത്. എന്റെ കാലിൽ ഒരു മുറിവ് വന്നു. കാലിൽ ഒരു മുറിവ്. അപ്പൊ ആ മുറിവ് ഉണങ്ങുന്നില്ല. അപ്പൊ അങ്ങനെ ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ കാല് ടെസ്റ്റ് ചെയ്ത് സ്കാൻ ചെയ്തപ്പോഴത്തേക്ക് അവിടെ 90% ബ്ലോക്കാണ്. കാലിന് 90% ബ്ലോക്കായിട്ടിരിക്കുന്ന അവസ്ഥ. അത് G6PD ഡെഫിഷ്യൻസി എന്നായിട്ട് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ ഡെഫിഷ്യൻസി, അതായത് രക്തക്കുഴലുകളും ബ്ലോക്ക് ആക്കുക. 90% കാലിന്റെ രക്തക്കുഴൽ ബ്ലോക്ക് ആവുന്ന ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ കാരിത്താസ് ഹോസ്പിറ്റലിൽ ചെന്നു. അവര് സർജറി ഫിക്സ് ചെയ്തു. അതപ്പം ഞങ്ങളൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ ഭാരത് ഹോസ്പിറ്റലിൽ കാണിച്ചു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു ഈ സർജറി റിസ്ക് ആണ്, സ്റ്റാഫിന്റെ അടിയിലാണ് വരുന്നത്. അപ്പൊ അവിടെ സ്റ്റെന്റ് നിൽക്കത്തില്ല, പിന്നീട് അത് വീണ്ടും വരും എന്ന് പറഞ്ഞു. അപ്പൊ ആ ഡോക്ടർ പറഞ്ഞു നമുക്ക് മരുന്ന് കഴിച്ചു നോക്കാം. പോകുന്നത്രയും ഹാർട്ടിലൊരു ബ്ലോക്ക്, ആ ബ്ലോക്കിന്റെ പ്രത്യേകത അത് അവിടുന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അങ്ങനെ വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഒരവസ്ഥയിൽ അങ്ങനെ മരുന്ന് കഴിച്ചു. അത് കഴിഞ്ഞ് 2021 എനിക്ക് ബ്രെയിനിന്റെ ബ്ലോക്ക് വന്നു. ആ ക്ലോട്ട് നേരെ മോറിൽ കയറി നഷ്ടപ്പെട്ടു പോയി. വലത് കണ്ണിന്റെ കാഴ്ച പോയി. ഫീൽഡ് ഓഫ് വിഷൻ കാണത്തില്ല, കണ്ണിന്റെ കാഴ്ച പോയി. ദൈവമക്കളെ, ശരീരത്തിൽ ഒരു ബ്ലോക്ക്. ദൈവമക്കളെ കേട്ടു, ഇത് പരിശുദ്ധാത്മാവ് പറഞ്ഞ ഇയാൾ. ഞാൻ പെട്ടെന്ന് മനസ്സിൽ വന്ന ഇത് പറയാൻ വേണ്ടി വന്നൊന്നുമല്ല. കുഞ്ഞെ, ഒരു ബ്ലോക്ക് നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് എവിടെ കയറി വേണേലും പിടിക്കും. എവിടെങ്കിലും നിങ്ങൾ ഡോക്ടർമാർ ഇവിടെ ഇരിപ്പുണ്ട് പറയൂ. അത് നമ്മുടെ കാലയിലോ കയ്യേലോ എവിടെയെങ്കിലും ഒരു ബ്ലോക്ക് നമ്മുടെ ഞരമ്പിലുണ്ടെങ്കിൽ ആ ബ്ലോക്ക് വേണമെങ്കിൽ ഏത് സമയത്തും ബ്രെയിനിൽ വരാം. ആ ബ്ലോക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മുടെ ഹാർട്ടിലും വരാം. അപ്പച്ചത് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഇവന്റെ ശരീരത്തിലുണ്ടായ ബ്ലോക്ക് അത് കയറി തലയെ പിടിച്ചു. തലയിൽ അത് ബ്ലോക്കായി കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ ചെന്നു. ഏതായാലും റൈറ്റ് ടൈമിൽ നമ്മളവിടെ ചെന്നിരുന്നതുകൊണ്ട് അവർ എന്നെ അഡ്മിറ്റ് ചെയ്തു, ഇഞ്ചക്ഷൻ എടുത്തു. ഭാഗികമായിട്ട് അത് തിരിച്ചു വന്നു. കാഴ്ച ഭാഗികമായിട്ട് തിരിച്ചു വന്നു. അത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു സർജറി അല്ലാതെ മറ്റൊരു മാർഗം ഇല്ല എന്ന് പറയുകയാണ്. അങ്ങനെ 41 വയസ്സുള്ളൊരു യുവാവിന്റെ കഥയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മാത്രം ഓർത്താൽ മതി. കടന്നു പോകുന്ന ഭീകരാനുഭവം എന്ന് വേണം വിളിച്ചു അതിനെ. സകല വഴികള് അങ്ങനെ. അപ്പൊ അങ്ങനെ അന്ന് നമ്മൾ തീരുമാനിച്ചു, സർജറി ചെയ്യാൻ തീരുമാനിച്ചു. അന്ന് രാത്രി തന്നെ അവർ സർജറി ചെയ്തു. കാരണം വെച്ചോണ്ടിരിക്കാൻ മേലായിരുന്നു. ബോഡിയൊക്കെ കരുതിരിക്കാൻ തുടങ്ങിയായിരുന്നു. എല്ലായിടത്തേക്കും തുടങ്ങി. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് മുട്ടിന് താഴെ ഭാഗം മുറിച്ച് മാറ്റി. ആദ്യമേ യാതൊരു പ്രതീക്ഷയില്ല, മരിച്ചു പോകും എന്നാണ് പറഞ്ഞത്. ആദ്യമേ പറഞ്ഞ 10% പോലും പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞ അവസ്ഥയിലാണ് സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞു അവളെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത്. പിറ്റേ ദിവസം ഞാൻ ICU കിടന്നപ്പോൾ എൻ്റെ അടുത്ത് നേരിട്ട് ഡോക്ടർ എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല, കാരണം ആന്റിബയോട്ടിക് ഒന്നും ഏൽക്കുന്നില്ല. അപ്പം ഇൻഫെക്ഷൻ ലെവൽ 200 നിൽക്കുന്നത്. 5 വേണ്ടത്. 5 ഇൻഫെക്ഷൻ വേണ്ടത് 800 നിൽക്കുക. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ സിസ്റ്റർ ഇവിടെ വരുന്നു. പുള്ളിക്കാരി ഇവിടെ അന്ന് പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഇവിടെ പെരുന്നാൾ നടക്കുന്ന സമയമാണ്. പുണ്യാളന്റെ പെരുന്നാൾ. അപ്പൊ അച്ഛൻ പറഞ്ഞിങ്ങനെ ഏപ്രിൽ മാസമായിരുന്നോ? അല്ല, മെയിലാണ് നമ്മൾ. അപ്പം അച്ഛൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞെന്ന് പറഞ്ഞു 13 ദിവസം 13 നൊവേന ചെല്ലുന്നവർക്ക് അഭിഷേകം ലഭിക്കുന്ന സിസ്റ്റർ വൈഫിനെ വിളിച്ചു പറഞ്ഞു ഇങ്ങനെ അവനോട് പറ. ഒരു പുസ്തകം എൻ്റെ ഒരു സുഹൃത്ത് കൊണ്ട് കൊടുത്തു. അല്ലെങ്കിൽ എനിക്ക് ICU കൊണ്ട് തന്നു. അങ്ങനെ ഞാൻ വേറെ പണിയൊന്നുമില്ലാത്തതുകൊണ്ട് ICU തന്നെ കിടന്ന് പ്രാർത്ഥിച്ചു. ഈ 13 അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, എനിക്ക് പിറ്റേ ദിവസം എൻ്റെ ഇൻഫെക്ഷൻ ലെവൽ കുറച്ചു തരണം എന്ന് മാത്രമേ ഞാൻ പുണ്യാളച്ചനോട് പറഞ്ഞുള്ളൂ. വേറെ ഒരു നിയോഗവും ഞാൻ പറഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ 7:30 ആയപ്പോൾ ആ ഡോക്ടർ ഒരു ലേഡി സർജനാണ്. പുള്ളിക്കാരി ഇങ്ങനെ ഓടി വരും. അപ്പൊ ഞാൻ ഓർത്തു എൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അങ്ങനെ ഓടി
മകളെ പ്രാർത്ഥിക്കണമെങ്കിൽ കൃപ വേണം. നിങ്ങൾ ഇവിടെ വരണമെങ്കിൽ എത്ര തലകുത്തി മറിഞ്ഞാലും ഇവിടെ വരാൻ പറ്റത്തില്ല. അത് ദൈവത്തിന്റെ കൃപയാണ്. നിങ്ങൾ ഇവിടെ വന്ന് വെറുതെ ആണെന്നാരും വിചാരിക്കല്ല. ജോസച്ചനും കുഴിച്ചനും എല്ലാവരും കൂടെ കൂടി ഒരു കൺവെൻഷൻ അറേഞ്ച് ചെയ്തു. പിതാവ് വന്ന് ഉദ്ഘാടനം. അതുകൊണ്ടൊന്നുമല്ല സെബാസ്റ്റ്യൻ അല്ല. ദിസ് ഇസ് എ ഡേ, ദിസ് ഇസ് ആൻ അപ്പോയിന്റ്മെന്റ്. ദിസ് ഇസ് ആൻ അപ്പോയിന്റ്മെന്റ്. ഡോക്ടർ അപ്പോയിന്റ്മെന്റ് തരാറില്ലേ? സോ ദിസ് ഈസ് ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ക്രൈസ്റ്റ്. ദിസ് ബൈബിൾ കൺവെൻഷൻ, ഈ ആത്മാഭിഷേക കൺവെൻഷൻ, ദിസ് ഇസ് എ അപ്പോയിന്റ്മെന്റ് ബൈ ദ ലോർഡ്. അപ്പോയിന്റ്മെന്റ് ചുമ്മാതല്ല അപ്പോയിന്റ്മെന്റ്. അപ്പോയിന്റ്മെന്റിന് കാരണമുണ്ട്. ഹല്ലേലൂയ. തന്നെ സീനിയർ സർജൻ, ഒരു എറണാകുളം മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സീനിയർ സർജന്, പിന്നെ ഒരു കാർഡിയോളജിസ്റ്റ്, ഇവരെല്ലാം കാരണം അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ ഹിപ്പ് വെച്ച് മുറിച്ചില്ലെങ്കിൽ വീണ്ടും ആൾ പോകും, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ എല്ലാവരും പ്രാർത്ഥന, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപടി, എനിക്ക് അറിയാവുന്നവരും എന്നെ അറിയാത്തവരും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു. മുസ്ലിം സഹോദരങ്ങള്, ഹിന്ദു സഹോദരങ്ങളെ, എല്ലാവരും. കേക്കാവോ? തിരിയുന്നുണ്ടോ? തിരിയുന്നുണ്ടെങ്കിൽ കൈപൊക്കി കാണിച്ച് തിരിയുന്നതാ. അവിടെയുള്ളവർക്ക് തിരിയുന്നില്ല. കൈപൊക്കാത്തതാണോ, അലസതയാണോ, തിരിയാത്തതാണോ അവിടെ? ഹല്ലേലൂയ. ക്ലയൻസ് ഒക്കെ മുസ്ലിംസ് ഉണ്ട്. അപ്പോൾ അവിടെ മൂന്നാറിലെ മുസ്ലിം പള്ളി, അവിടുത്തെ മുസ്ലിം പള്ളിയുടെ പ്രസിഡന്റ് വിളിച്ചപ്പോഴത്തേക്ക് വൈഫ് ഇങ്ങനെ കാര്യം പറഞ്ഞു. അന്ന് അവര് സ്പെഷ്യൽ നിസ്കാരമാണ്. മൂന്നാറിലെ ഇമാം വിളിച്ചു, ഇടം നിനക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ നോക്കിക്കേ. അവങ്ങളെ ജാതിയും മതവും ഒക്കെ ഉണ്ടല്ലോ, സ്വാർത്ഥതയുള്ളവർക്കുള്ളത്. ക്രിസ്ത്യാനി, മുസ്ലിം, ഹിന്ദു എന്ന് പറഞ്ഞ് തിരിക്കുന്നവരാണ് ചെന്നായാണ്. ചെന്നായി ചോര കുടിക്കാൻ വേണ്ടി പറയുന്നതാണ് വർഗീയത. ചെന്നായി ചോര കുടിക്കാൻ വേണ്ടി പറയുന്ന വർഗീയത. ഉള്ളിൽ ക്രിസ്തു ഉള്ളവര്, ഉള്ളിൽ ദിവ്യകാരുണ്യമുള്ളവര്, അവൻ ക്രിസ്തുവായി മാറുക. അവൻ ക്രിസ്ത്യാനി അല്ല മാറുന്നത്. ഹല്ലേലൂയ. മുറിച്ചതിന്റെ മേളിൽ വെച്ച് 50% വീണ്ടും ഡാമേജ് ആണ് മസിൽസ്. അത് നമ്മളൊരു പ്രതീക്ഷയിൽ വെക്കുക എന്ന് പറഞ്ഞ് അതിന്റെ മേളിലോട്ട് വീണ്ടും പ്രശ്നമുണ്ട്. അത് പിന്നെ മുറിഞ്ഞിട്ട് ചിലപ്പോൾ വരും എന്നൊക്കെ പറഞ്ഞാണ്. അപ്പൊ ആദ്യത്തെ ഒരാഴ്ച 6 ദിവസം മോക്കം വെച്ച് നോക്കിയിട്ട് അനക്കമൊന്നുമില്ല, അവിടെ മസിൽ അതുപോലെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ രണ്ടാമത് അവര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഹിപ്പിന്റെ അവിടെ വെച്ച് മുറിക്കേണ്ട വരും എന്നവർ മേലെ വെച്ച് മുറിക്കേണ്ട വരും എന്നവര് ഉറപ്പിച്ചു. അങ്ങനെ ചെയ്യും എന്ന്. അങ്ങനെ അവര് പറഞ്ഞു, അവരൊരു സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ളതിൽ അവരുടെ തന്നെ സീനിയർ സർജൻ, ഒരു എറണാകുളം മെഡിക്കൽ സെന്ററിൽ വർക്ക് ചെയ്യുന്ന സീനിയർ സർജന്, പിന്നെ ഒരു കാർഡിയോളജിസ്റ്റ്, ഇവരെല്ലാം കാരണം അങ്ങോട്ട് ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അതാണ് അതിന്റെ പ്രശ്നം. അപ്പോൾ അതുകൊണ്ട് അവർ പറഞ്ഞ ഹിപ്പ് വെച്ച് മുറിച്ചില്ലെങ്കിൽ വീണ്ടും ആൾ പോകും, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അങ്ങനെ എല്ലാവരും പ്രാർത്ഥന, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് ഒരുപടി, എനിക്ക് അറിയാവുന്നവരും എന്നെ അറിയാത്തവരും ഒക്കെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചു. മുസ്ലിം സഹോദരങ്ങള്, ഹിന്ദു സഹോദരങ്ങളെ, എല്ലാവരും ആര് കണ്ടാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് എല്ലാവരും. Prayer is the cry to God. ദൈവത്തോടുള്ള നിലവിളിയുടെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ആര് ദൈവമേ, അവൻ ഏത് ജാതി, ഏത് മതം, ഏത് നിരീശ്വരവാദി ആയിക്കൊള്ളട്ടെ, ആകാശത്തിലേക്ക് നോക്കി ദൈവമേ എന്ന് വിളിച്ച് ആരെങ്കിലും കരഞ്ഞാൽ അതിന് പറയുന്ന പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 3-ാം അധ്യായത്തില് 7-ാം തിരുവചനം, ഈജിപ്തിലുള്ള എന്റെ ജനത്തിന്റെ ക്ലേശങ്ങൾ ഞാൻ കണ്ടു, അവരുടെ മേൽനോട്ടക്കാരുടെ ക്രൂരത കാരണം അവരിൽ നിന്ന് ഉയർന്നു വന്ന കരച്ചിൽ ഞാൻ കേട്ടു, അവരുടെ രോദനങ്ങൾ, അവരുടെ യാതനകൾ ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അവരെ ഇസ്രായേൽ ജനം ആയിട്ടില്ല ശരിക്കും, മാസം പറഞ്ഞ
അബ്രഹാത്തിന്റെ സന്തതി. പക്ഷെ സീനായി ഉടമ്പടിയൊക്കെ വരുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് ഈ ജനം കിടന്ന് നിലവിളി, ഇതാ ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുത്തെത്തിയിരിക്കുന്നു, ഈജിപ്തുകാർ അവരെ എപ്പോഴെങ്ങാനും മർദ്ദിക്കുന്നുവെന്ന് ഞാൻ കണ്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ പക്കലേക്കുള്ള കരച്ചിലിന്റെ പേരാണ് പ്രാർത്ഥന. ഹല്ലേലൂയ. പ്രാർത്ഥന അതായിരിക്കണം മക്കളല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി അതും ഇതും പറയുന്നത് അല്ല പ്രാർത്ഥന. അവനെ നോക്കിയിട്ട് അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. സങ്കീർത്തകൻ പറയുന്നില്ല, 27 സങ്കീർത്തനത്തില് സങ്കീർത്തകൻ പറയുന്നില്ലേ, അവനെ നോക്കിയവരെല്ലാം പ്രകാശിതരായി. ഹല്ലേലൂയ. ഒരു കാര്യം മാത്രം ഞാൻ കർത്താവിനോട് ചോദിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ എന്നിട്ട് തുടർന്ന് പറഞ്ഞു കേൾക്കാം. അന്നാളുകളിൽ എന്റെ ആത്മാവിനെ ഞാൻ സകലരുടെ മേലും വർഷിക്കും. എന്റെ എനിക്കൊരു ബിസിനസ് ഉണ്ട്. അപ്പൊ എനിക്ക് ക്ലയൻസ് ഒക്കെ മുസ്ലിംസ് ഉണ്ട്. അപ്പൊ അവിടെ മൂന്നാറില് മുസ്ലിം പള്ളി, അവിടുത്തെ മുസ്ലിം പള്ളിയുടെ പ്രസിഡന്റ് വിളിച്ചപ്പോൾ ഈ വൈഫ് ഇങ്ങനെ കാര്യം പറഞ്ഞു. അന്ന് അവര് സ്പെഷ്യൽ നിസ്കാരമാണ് എനിക്ക് വേണ്ടി നടത്തിയത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവർ ഈ ഹിപ്പിന്റെ അവിടെ വെച്ച് മുറിക്കണം എന്ന് പറഞ്ഞിട്ട് അന്ന് സർജറിക്ക് കയറ്റുന്നു. അന്ന് രാവിലെ എനിക്ക് കിട്ടിയ വചനം എന്ന് പറയുന്നത് തന്നെ, നിന്നിൽ ഞാൻ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം പൊതിയുകയും ചെയ്യും. അന്ന് രാവിലെ കിട്ടിയ വചനം ഇതാണ്, ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം പൊതിയുകയും നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും, നിങ്ങൾ ജീവൻ പ്രാപിക്കും, ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഹല്ലേലൂയ, വിളിച്ചേ ഹല്ലേലൂയ. പറയാം, നിന്റെ മേലെ ഞാൻ ഞരമ്പുകൾ വെച്ച് പിടിപ്പിക്കുകയും മാംസം വളർത്തുകയും ചർമ്മം കൊണ്ട് പൊതിയുകയും നിന്നെ ഞാൻ പ്രാണൻ നിവേശിപ്പിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. ഓക്കേ മകളെ, വചനം എന്നിട്ട് വായിച്ചു കേൾക്കട്ടെ. നമുക്ക് 37 അല്ലേ? അത് തന്നെയാ അയച്ചു തന്നത്. ഈശോയേ, ഈശോയേ, നോക്കിയ മകളെ, നോക്കിയ വചനം പറഞ്ഞു കൊടുക്കുക. എനിക്ക് രാവിലെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഇവിടെ എനിക്ക് കയ്യിൽ ഒരു ഇതുപോലെ സർക്കുലേഷൻ പ്രശ്നം വന്നായിരുന്നു. അപ്പൊ എനിക്ക് വാരി ഒന്നും കഴിക്കാൻ പറ്റില്ല. അപ്പം വൈഫാണ് വാരി തന്നോണ്ടിരുന്നത്. അന്ന് കിടക്കുമ്പോൾ അവിടെ കട്ടിലെ കിടന്നിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തന്നെത്താൻ കരയുക. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഞാൻ എന്തിനാ കരയുന്നതെന്ന്. കൈയടിച്ച് വചനം കേൾക്കുമ്പോ കരയുന്നെങ്കിൽ അത് വചനാഭിഷേകം. ഒരുപാട് കാരണമൊന്നും അറിയത്തില്ല, വെറുതെ കാപ്പി കുടിച്ചോണ്ട് കരയുക. കാരണം ഈ വചനം ഇങ്ങനെ ചങ്ങിക്കിടക്കുമ്പോൾ ഈ വചനം കേട്ട് ഇവരിങ്ങനെ കരയും. അവനറിയുന്നു എനിക്ക് അന്നിട്ടും മനസ്സിലാകുന്നില്ല എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഞാൻ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു, കരയുന്നു. എനിക്ക് നല്ലൊരു മണം മൂക്കിലേക്ക് വരികയാണ്. ഒരു സൗരഭ്യത്തിന്റെ അനുഭവം കിട്ടുക. നമ്മള് വിശ്വസിച്ചു ഇതൊക്കെ അച്ഛന്റെ അനുഭവങ്ങളെ പറയുന്ന മുഴുവൻ. ചില സമയത്ത് നിൽക്കുമ്പോൾ ചില ആരാധനാ സമയങ്ങളിൽ ചില സമയത്ത് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു കുഞ്ഞ് ആപ്പിലുണ്ട് വാസു സെന്ററിൽ. ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ ഇരുന്ന് കണ്ണു നിറയും. ചില സമയത്ത് സൗരഭ്യത്തിന്റെ അനുഭവം ഉണ്ടാവും. ചില സമയത്ത് വലിയ ആരാധനയുടെ സ്വരം കേൾക്കാൻ പറ്റും. ഞാൻ ഇറങ്ങി വെളിയിൽ പോയി നോക്കിയിട്ടുണ്ട് ആരാണ് പള്ളിയിൽ സ്തുതിക്കുന്നതെന്ന്. ദൈവമൈതലേ, നീ സ്തുതിക്കുമ്പം 10,000 മാലാഖമാര് സ്വർഗത്തിലിരുന്ന് സ്തുതിക്കുന്നെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നീ ഒറ്റയ്ക്ക് നിന്റെ വീട്ടിലെ മുറി അടച്ചിരുന്ന് പ്രാർത്ഥിക്കുമ്പോ സ്വർഗത്തിൽ 10,000 കർത്താവിനെ സ്തുതിക്കുന്നത് വിശ്വസിക്കാൻ പറ്റുമോ? ഇനിയും ആ മാലാഖമാരുടെ സ്തുതിപ്പിന്റെ സ്വരം നിനക്ക് കേൾക്കാൻ പറ്റുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? ഹല്ലേലൂയ വിളിച്ചേ. കാല് മുറിച്ചു കളയാൻ പോകുന്നവനെ ദൈവം തൊടുന്നൊരു അനുഭവം.
ഒരു നൊമ്പരത്തിന്റെ അച്ഛനെന്ന് പ്രസംഗിച്ചപ്പോ പറഞ്ഞില്ലേ, മർവിലച്ചൻ പറഞ്ഞില്ലേ, ഒരു സഹനത്തിന്റെ നീർച്ചുഴിയിൽ നീ കിടന്ന് അലയുമ്പോ, ഒരു വേദനയുടെ തീക്കനലിന്റെ മുകളില് നീ കാലുറപ്പിച്ച് നിൽക്കുമ്പോ ദൈവം നിനക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു വിസ്മയമുണ്ട് കുഞ്ഞ്. ഇറ്റ് ഈസ് നോട്ട് എ വേസ്റ്റ്, ഇറ്റ് ഈസ് എ ബ്ലെസ്സിംഗ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ജീവിതത്തിന്റെ നൊമ്പരങ്ങള്, വേദനകൾ, തകർച്ച, they are not waste. It's a grace. It is not a waste. It is a grace. കർത്താവ് നിന്റെ ജീവിതത്തിലേക്ക് കൃപയൊഴുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ വന്നതായിരിക്കും സൗരഭ്യം. ഹല്ലേലൂയ. മാതാവിന്റെ സാന്നിധ്യത്തിന്റെ അടയാളങ്ങൾ സുഗന്ധാഭിഷേകം. വിശ്വസിക്കണം മക്കളെ. സാക്ഷ്യം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജീവിതത്തിൽ കേട്ടിട്ടുണ്ടോ? ഇങ്ങനത്തെ ഒരു സാക്ഷ്യം ജീവിതത്തിൽ കേട്ടിട്ടുള്ളൂ? സൗഖ്യമൊന്നും ആയിട്ടില്ല. അതിനു മുമ്പ് ദൈവം കൊടുക്കുന്ന ചില ദൈവാനുഭവങ്ങള്. അന്ന് മുതൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കാൻ പഠിച്ചു. ഞാൻ പലരും അച്ഛനിവിടെ പലപ്പോഴും ചടന്ന് കേട്ട നിലവിളിച്ച് പ്രാർത്ഥിക്കും, കരഞ്ഞു പ്രാർത്ഥിക്കാം. ദൈവമക്കളെ, പ്രാർത്ഥിക്കാൻ the best prayer is a prayer of tears. അതിനൊക്കെ ചങ്ക് പൊട്ടി കരയാൻ പറ്റുമോ? അതൊക്കെ ഒരു പുസ്തകവും വേണ്ട പ്രാർത്ഥിക്കാൻ. ദൈവമേത് വിളിക്കുമ്പം അറിയാതെ സ്വരമിടറുന്നത്, ഹൃദയമിടിപ്പ് കൂടുന്നത്, ദൈവമേത് വിളിക്കുമ്പോ കണ്ണു നിറയുന്നത്. ചില ദൈവമക്കൾ വന്ന് എനിക്ക് പ്രാർത്ഥിക്കുമ്പോഴത്തേന് എന്റെ കണ്ണു നിറയാറുണ്ട്, എന്റെ ഹൃദയമിടിപ്പ് കൂടാ. എനിക്ക് ഉറപ്പാണ് അവൻ സുഖപ്പെടാൻ പോവുക. ചിലപ്പം പ്രത്യേക വലിയ മാരക രോഗങ്ങളും ഒക്കെ. ഞാൻ എൻ്റെ ഗുണം, ഡോണ്ട് ടേക്ക് മീ ആസ് എ സെയിന്റ്, നോ, നോട്ട് അറ്റ് ഓൾ. ഐ എം ദ മോസ്റ്റ് സിൻഫുൾ പേഴ്സൺ. ദൈവമക്കളെ, ദൈവത്തിന്റെ കൃപ ഒഴുകാൻ വേണ്ടിയിട്ട് അവൻ പൗലോസിനെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പം, മോശയെ തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ അത്രയും മനസ്സിലാക്കി. നമ്മളൊന്ന് കേൾക്കാം തുടർന്നുള്ള വചനമൊക്കെ അതിനെപ്പറ്റി. നമുക്ക് സാക്ഷി ഒന്ന് കേട്ടിട്ട് പോകാം. ദൈവത്തെ അറിഞ്ഞപ്പോൾ സാധിച്ചു. അത് കഴിഞ്ഞ് അന്ന് 3 മണിക്ക് എന്നെ സർജറിക്ക് കയറ്റുന്നു. സർജറിക്ക് പോകുമ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞിട്ട് പോയി, പ്രതീക്ഷ വെക്കണ്ട, കാരണം ഹിപ്പിന്റെ അവിടെ നിന്ന് മുറിക്കട്ടെ, പുണ്യാളച്ചൻ കാത്തോളൂ എന്ന് പറഞ്ഞു. പ്രാർത്ഥിക്കുന്നവൻ മരിക്കാൻ പോലെ അവനൊന്നിനും ഭയമില്ല മക്കളെ. പ്രാർത്ഥിക്കുന്ന കർത്താവ് പറഞ്ഞ ഭയപ്പെടണ്ട. Do not be afraid. ഈ വചനം കേൾക്കുന്ന ഈ രാത്രിയില് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഭയപ്പെടണ്ട, ഭയപ്പെടണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് മുറിക്കാൻ പോകുന്ന ആൾ പറയുക, മുറിക്കുന്നത് മുറിച്ചോട്ടെ, സാരമില്ല. മുറിച്ചില്ലെങ്കിൽ സുഖപ്പെട്ടില്ലെന്ന് വരും, മുറിച്ചാൽ സൗഖ്യം കിട്ടും. ഒരു വിരലിനറ്റ് മുറിക്കാൻ നിങ്ങൾ ഒരു കോണം. അവങ്ങളെ കരുത്ത്, ദൈവം കൊടുക്കുന്ന കരുത്ത് കൊണ്ടോ, ചിന്തിക്കാൻ പറ്റാത്ത കരുത്ത് ദൈവം കൊടുക്കുക. ഭയങ്കര ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. നിങ്ങൾ ശക്തി പ്രാപിക്കും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. നിങ്ങൾ ശക്തി പ്രാപിക്കും. നിങ്ങൾ എന്റെ സാക്ഷികളാകും. മക്കളെ, അടുത്ത 3 ദിവസങ്ങളില് ഈ കൂടാരത്തില് ഈ അത്ഭുത കുരിശിന്റെ ചുവട്ടില് നിങ്ങൾ ആ വഴി കയറി അകത്തേക്ക് വരുമ്പോ മുതല് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ പോകുന്നത് ഈ ഒരു അത്ഭുത ശക്തിയാ. ആരെ വീട്ടിലിരുന്നിട്ട് വരാന്ന് വിചാരിക്കല്ല. വണ്ടിക്കൂലിയിലേക്ക് വിചാരിച്ചോളൂ. വണ്ടിക്കൂലി നടന്നില്ലപ്പാ. രാവിലെ അങ്ങനെ നടന്നോ? നിങ്ങള്
അച്ഛൻ വെറുതെ പറയുന്നതല്ല. ഇനി ഒരു അവസരം ഉണ്ടാവില്ല, ഇനി ഒരു ബൈബിൾ കൺവെൻഷൻ ഉണ്ടായെന്ന് വരില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇനി ഒരു ചാൻസ് ഉണ്ടായെന്ന് വരത്തില്ല. ദൈവങ്ങൾ സീരിയസ് ആയിട്ട് എടുത്തോണമില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റിവെക്കുന്ന ഒരു പരിശുദ്ധാത്മാവല്ല. ഇറ്റ് ഈസ് ഗിവൺ അറ്റ് ദാറ്റ് മൊമെന്റ് ഓഫ് പെന്റക്കോസ്റ്റ്. ഭയപ്പെട്ടിരുന്ന ശിഷ്യന്മാരുടെ മേൽ ഈശോ വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവേ. അപ്പോയിന്റ്മെന്റ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോയല്ലോണ അവനെ, പോയി ഇല്ല. അങ്ങനെ ഈ സർജന്മാരും ഇവരെല്ലാം കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് അവരൊരു ഡിസിഷൻ എടുത്തു, ഹിപ്പിന്റെ അവിടെ നിന്ന് മുറിക്കണ്ട, കാരണം സർക്കുലേഷൻ അവർക്ക് ടെസ്റ്റ് ചെയ്യേണ്ട പോലെ വന്നില്ല. കാലിൽ ഒരു സൂചി കൊണ്ട് കുത്തിയപ്പോൾ ചോര വരാൻ തുടങ്ങി. മക്കളെ ദൈവത്തിന്റെ വചനം ഈ വചനത്തിൽ വിശ്വസിക്കുക. കൊച്ചുമക്കളെ, നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ഈ ദൈവത്തിന്റെ തിരുവചനത്തിൽ നിങ്ങൾ പറഞ്ഞില്ലേ, ഇത് ഉരുകി ഒഴുകുമ്പോ അത് നിനക്ക് ജീവന്റെ ജലമായിട്ട് മാറും, ഇത് നിനക്ക് സൗഖ്യത്തിന്റെ ജലമായി മാറും, ഇത് നിനക്ക് വിടുതലിന്റെ ജലമായി മാറും. ഹല്ലേലൂയ, പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിന്റെ ശക്തിയാണ്. 55 പോയിട്ട് പെട്ടെന്ന് അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെ വചനത്തിന്റെ പ്രത്യേകത ഏതാ? വചനത്തിന്റെ പ്രത്യേകത ഏതാ പറയുക? അടുത്ത വാക്യം ഇങ്ങനെയാണ്, അത് വിതയ്ക്കാൻ വിത്തും ഭക്ഷിക്കാൻ ആഹാരവും ലഭ്യമാക്കും. Right now it will do a miracle in your life, and it will give a seed that will bear fruit later. ഇപ്പം നിനക്ക് കഴിക്കാനുള്ള അപ്പം തരും, നാളെ മുതൽ നിനക്ക് വിതയ്ക്കാനുള്ള വിത്തും അനുഗ്രഹത്തിന്റെ വിത്തും തരുമ്പോൾ ദൈവത്തിന്റെ വചനത്തിന് കഴിയുമെന്ന ഒരു വിശ്വാസി ആയിരിക്കുന്നതിന് ഭാഗ്യമാ, ഒരു ക്രിസ്ത്യാനി ആയിരിക്കുന്നതിന് ഭാഗ്യമാ, ഒരു ദൈവവിശ്വാസി ആയിരിക്കുന്ന ഭാഗ്യമാ. നമ്മൾ വല്ലാതെ ഇരുട്ടില്ല മക്കളെ ഇരിക്കണേ. ഈ വചനമൊക്കെ കൈകൊണ്ട് നടക്കുന്ന വർഷങ്ങളായി. എത്ര വർഷമായി ബൈബിളും കൂടെ നടക്കാൻ തുടങ്ങിയിട്ട്? ക്രിസ്ത്യാനിയായിട്ട് എത്ര കൊല്ലമായി ക്രിസ്ത്യാനിയായിട്ട്. ഈ കൺവെൻഷനുകളും ഈ ധ്യാനങ്ങളും എല്ലാം നടത്തി നമ്മൾ നടക്കുകയല്ലേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ രാത്രിയിൽ ഇത് കിട്ടുക, വാങ്ങിക്കുന്നവൻ വാങ്ങിച്ചോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വാക്കും അങ്ങനെ തന്നെ ഫലരഹിതമായി. ഇറ്റ് വിൽ നോട്ട് റിട്ടേൺ ഫ്രൂട്ട്ലെസ്. ബലപ്പെട്ടു മക്കളെ, ബലപ്പെട്ടു. അത്ഭുത ശക്തി പ്രസരിക്കാൻ പോവാ. അത് ഫലരഹിതമായി തിരിച്ചു വരില്ല. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഇറ്റ് വിൽ അക്കംപ്ലിഷ് മൈ പർപ്പസ്. പൊന്നു മക്കളെ, നിങ്ങളൊക്കെ ദൈവത്തെ ഇന്നലെ നമ്മൾ ധ്യാനിച്ച പൊന്നോമനങ്ങളാണ് നിങ്ങള്. God has a plan. God has a project. God has a decision about you. Hallelujah, 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 hallelujah. എന്റെ ഉദ്ദേശം അത് നിറവേറ്റും. ഞാൻ ഏൽപ്പിക്കുന്ന കാര്യം അത് വിജയപ്രദമായി നിറവേറ്റും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒരു കൊച്ചു വചനം കൂടെ മക്കളെ, നിങ്ങൾക്ക് അറിയാവോ? അവിടെ 3 6 2 8 9 പേര് അവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഞാൻ പറയേണ്ട വചനം അവിടെ അവർ പറയും. അങ്ങനെ തീക്ക കൊണ്ടു വെച്ചേക്കുന്നതിൻ്റെ അകത്ത് കുർബാനയുടെ മുമ്പിൽ ഇരിക്കുക. ഞാൻ പറയാൻ ബാക്കി വെച്ച വചനം ഇന്നലെ തിരിച്ചു കയറി ചെന്ന് ആരാധനയ്ക്കെന്നിരിക്കുമ്പം ആ ചേച്ചിമാർ പറയുക. ഹോട്ട്ലൈനാണ്. നിങ്ങൾ വിശ്വസിച്ചോ? നിങ്ങൾ ദൈവത്തിൻ്റെ പ്രവൃത്തിയില്ല. നിങ്ങൾ അച്ഛനെ വിശ്വസിക്കേണ്ട, ഒരു കാര്യത്തിലും വിശ്വസിക്കേണ്ട, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചോ? അത് സത്യമായിട്ടും പറയുന്ന. ഇന്ന് ഞാൻ ഇറങ്ങി വരാൻ നേരത്ത് അവർ പറഞ്ഞു, ഈ വചനം പറയാൻ വേണ്ടിയിരുന്നതാണ്, അതുകൊണ്ട് ആ വചനം കൂടെ പറയാം. ഞാൻ ഇറങ്ങി വരാൻ നേരത്ത് നിങ്ങൾക്കറിയാമോ, ഞാനിന്ന് ഓർക്കുകയായിരുന്നു, കുർബാനയ്ക്ക് അച്ഛന്മാർ കൈവിറങ്ങുകയും ദൈവത്തെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. മഞ്ഞുകണം പോലെ ഈ കാണിക്കകളെ പവിത്രമാണല്ലേ. ഞാൻ ഇറങ്ങി വരുന്ന 1 മണിക്ക് പോയ പള്ളിയിൽ പോയി കുത്തിയിരുന്നു. ഈ ചേച്ചിമാരെല്ലാം കൂടെ കൈനീട്ടി പ്രാർത്ഥിക്കുക, അച്ഛൻ്റെ മേൽ പരിശുദ്ധാത്മാവ് വരണേ, അച്ഛൻ്റെ മേൽ അഭിഷേകം. ശരിക്കും ഐ വാസ് ബിക്കമിങ് സംബഡി എൽസ്. കർത്താവിന്റെ ഒരു അഭിഷേകം ഇങ്ങനെ വരുന്ന എനിക്കറിയാം. ഞാൻ ഇന്ന് ഫീൽ ചെയ്ത ഒരു പാട്ട് പാടുന്നതിൻ്റെ ഇതൊക്കെ അച്ഛനെ അനുഗ്രഹിക്കുന്ന, അച്ഛൻ്റെ എന്നാ പറയുന്നത്, പാട്ട് എനിക്ക് പാട്ടറിയത്തില്ല, അങ്ങനെയൊക്കെ പാടി അതിന് മുതൽ അച്ഛനെ അനുഗ്രഹിക്കുക, അച്ഛൻ്റെ മേൽ വരണമേ, മോശയിൽ വന്ന പോലെ, ഏലിയായി വന്നതുപോലെ അച്ഛനിൽ വരണമേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്.
എന്നിട്ട് ഈ മക്കൾ പറഞ്ഞൊരു വചനം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. ഇപ്പോഴത്തേന് പറയുക, ദൈവമക്കളെ തിരുവചനം പഠിപ്പിക്കുക. ഇപ്പൊ തിരുവചനം ഇങ്ങനെയാ: നിന്നെ ഞാൻ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ആക്കാൻ പോവാ. നിന്നെ ഞാൻ നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെയും. തിരുവചനം തുടങ്ങുന്ന ഇങ്ങനെ: നിന്റെ പ്രകാശം അന്ധകാരത്തിൽ ഉദിക്കും. ഇരുട്ടിലിരിക്കുന്ന ആരെങ്കിലും, ഇരുട്ടാണ് എൻ്റെ ജീവിതമെന്ന് വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിന്നെ ഒളിപ്പിച്ച് വെച്ച അച്ഛനില്ല, കന്യാസ്ത്രീയില്, ഓരോ ദൈവമക്കളില് ഇനിയും പ്രകാശിതമാകാത്തൊരു പ്രകാശം പറയുക. നിന്റെ പ്രകാശം ഉദിക്കാൻ പോവാ. നിന്റെ ഇരുണ്ട വേളകൾ മധ്യാഹ്നം പോലെ, നട്ടുച്ച നേരം പോലെ ആകാൻ പോവാ. അവളെ കർത്താവ് തരുന്ന പ്രകാശം. തുടർന്ന് പറയുക, കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. പാടറിയാമോ? കർത്താവ് നിന്നെ നിരന്തരം നയിക്കും. മരുഭൂമിയിലും നിനക്ക് സമൃദ്ധി നൽകും. നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും. നനച്ചു വളർത്തിയ പൂന്തോട്ടവും വറ്റാത്ത നീരുറയും പോലെയാകും നീ. നിന്റെ പുരാതന നഷ്ടശിഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അനേകം നിങ്ങളിൽ തകർക്കപ്പെട്ടത് കർത്താവ് പണിതുയർത്താൻ പോവുക. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചത് കർത്താവ് തിരിച്ചു തരാൻ പോവുക. അനേക തലമുറകളുടെ അടിസ്ഥാനം നീ പണിതുയർത്തും. പൊളിഞ്ഞ മതിലുകൾ പുനരുദ്ധരിക്കുന്നവനെന്നും ഭവനങ്ങൾ കേടുപോക്കുന്നവനെന്നും നീ വിളിക്കും. കർത്താവ് നിന്നെ പാട്ടുപാടി ഒരു വിടുതൽ ശുശ്രൂഷയിൽ നിന്ന് നമുക്ക് അടുത്ത ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈ രാത്രിയിൽ കർത്താവ് ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുക. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിലേക്ക് ഇതാ നിന്റെ ഒരു നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ നിന്റെ കർത്താവ് മാറ്റാൻ പോവുക. എസെക്കിയേൽ വചനത്തിലെ 36 അധ്യായത്തിന്റെ 35 വാക്യം പറയുന്നത് എങ്ങനെയാ? ശൂന്യമായി കിടന്ന ഈ സ്ഥലമല്ല, ഇതാ ഏദൻ തോട്ടം പോലെ ആയിരിക്കുന്നു. ഒരു ഗുണമില്ലാത്തൊരു ജീവിതമായിരുന്നു, ഒരു പരാജയപ്പെട്ട ജീവിതമായിരുന്നു, ഒരു വീണുപോയ ജീവിതമായിരുന്നു. ഇതാ ആർക്കും വേണ്ടാത്ത ചതുപ്പ് നിലമായിരുന്നു നിന്നെ ഒരു പറുദീസയാക്കി ഈ രാത്രിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മാറ്റുന്നു. പേടിക്കാവോ? പഠിക്കേ. ഒരിക്കലും പറ്റാത്ത തേനരുവി. ഈ രാത്രിയിൽ അത്ഭുതകരമായ അഭിഷേകമാക്കി ഉണങ്ങിപ്പോയ മരുഭൂമി പോലെ കിടന്ന് ചതുപ്പ് നില പോലെ കിടന്നത് ഈ ജീവിതങ്ങളിലേക്ക് അങ്ങനെ അത്ഭുത ശക്തി പ്രസരിക്കട്ടെ. കർത്താവ് നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ഇന്നുവരെ ആരും തിരിഞ്ഞു നോക്കാതിരുന്ന ഈ സ്ഥലത്ത് നീ നനച്ചു വളർത്തിയ പൂന്തോട്ടമാക്കി. ഓ കർത്താവ്, കൃപയുടെ ഇടമാക്കി മക്കളെ മാറ്റണേ പരിശുദ്ധാത്മാവേ.
അതിനകത്ത് വിശ്വസിക്കുന്നവരെ സ്തുതിച്ച് മഴമേഘങ്ങളിൽ കാറ്റടിക്കുന്നു മഴ പെയ്യുന്നത് പോലെ നിന്റെ പ്രാർത്ഥന സ്വർഗത്തിൽ അറ്റത്തണം. നിന്റെ സ്വർഗത്തിലെ മേഘങ്ങളിലേക്ക് നിന്റെ പ്രാർത്ഥന എത്തേണ്ടതിന് വിശ്വാസം എത്തട്ടെ. നിന്റെ നിലവിളി എത്തട്ടെ. ശരീരത്തിന് തളർച്ചയുള്ള മക്കളെ നമ്മൾ സുഖപ്പെടുത്തുകയാണ്. സ്ട്രോക്ക് വന്ന 3-4 പേരോളം സൗഖ്യം പ്രാപിക്കുന്നത്. നടക്കാൻ ബുദ്ധിമുട്ടുള്ള കൈക്ക് ബലക്കുറവായിരുന്നു. 4 പേരെ ഈശോ കാണിക്കുകയാണ്. അതുപോലെ ശരീരത്തിൽ തളർച്ച ക്ഷീണം ഒക്കെ അനുഭവിക്കുന്നു. എന്നാൽ 30-ലധികം മക്കൾക്ക് സൗഖ്യം ലഭിക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ, വിട്ടുമാങ്ങാത്ത ചുമ, ആസ്മാറ്റിക് രോഗപീഠകൾ, ഇൻഹേലർ ഉപയോഗിക്കുന്ന അവസ്ഥകളെല്ലാം ചുരുങ്ങുന്ന അവസ്ഥകൾ, ശ്വാസം നിന്നു പോകുന്ന അവസ്ഥകൾ ഈശോ കർത്താവ് 22 പേരോളം സൗഖ്യം പ്രാപിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. പ്രഷറ്, ഷുഗർ, കൊളസ്ട്രോള്, തൈറോയ്ഡ് സംബന്ധമായിട്ട് അവസ്ഥകളുള്ളവര്, ഹൈയായിട്ട് നിൽക്കുന്നവര്, ലോയായിട്ട് നിൽക്കുന്ന മക്കള് ഈശോ കർത്താവ് എന്നാൽ 60-ലധികം മക്കൾക്ക് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോളിലേക്ക് നോർമലാകുന്ന ഒരു അഭിഷേകം 60-ലധികം മക്കൾ സ്വീകരിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ശരീരത്തെ ട്യൂമറുകള്, ഗ്ലൂക്കോസുകള്, ഫൈബ്രോയിഡുകള്, സിസ്റ്റുകള്, മുഴകള്, തടിപ്പുകള് കർത്താവ് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരികയാണ്. ഏതായാലും അങ്ങനെ രോഗങ്ങൾ ആരെങ്കിലൊക്കെ ഇപ്പോൾ വിശ്വസിച്ച് കുരിശു പഠിച്ച് പ്രാർത്ഥിക്കുക. ഈശോയുടെ അത്ഭുത ശക്തി ഇപ്പൊ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. ഏതാനും മക്കള് 22 പേരോളം സൗഖ്യം പ്രാപിക്കുക ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നു. തോമസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ലീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജെയ്സനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട്, അലക്സിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഷീനായെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. റാണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മിഥുനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ജോയിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സാമുവലിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തെരേസിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ബാബുവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. തുളസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സുരേഖനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കെവിനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സിസിലിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഹൃദയ സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് അത്ഭുത സൗഖ്യം പ്രാപിക്കുകയാണ്. 38 പേരിലധികം സൗഖ്യം പ്രാപിക്കുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. പരീക്ഷകൾ എഴുതുന്ന മക്കള്, റിസൾട്ട് കാത്തിരിക്കുന്ന മക്കള്, ഈ ദിവസങ്ങളിൽ പരീക്ഷകൾ എഴുതുന്ന കുഞ്ഞുങ്ങള് ഈശോ കർത്താവ് എന്നാൽ 60-ലധികം മക്കൾ കുഞ്ഞിന് വിജയം ലഭിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. വിദേശ യാത്ര, വിദേശ ജോലി, വിദേശത്തായിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാപിക്കുന്ന മാതാപിതാക്കള്, വിദേശത്തെ പരീക്ഷകൾ എഴുതുന്ന മക്കള്, ജോലി കിട്ടാതെ വിഷമിക്കുന്ന മക്കള് ഈശോ കർത്താവ് വീണ്ടും 40-ലധികം മക്കള്, 44 കുഞ്ഞുങ്ങള് അനുഗ്രഹിക്കപ്പെടുന്നതാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. നിഷയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. അലവെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. റോണിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. സഞ്ജുവിനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. മോളമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട്, മരിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുരുകളെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. കുര്യനെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട്, ജോസിയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട്, അന്നമ്മയെ കർത്താവ് അനുഗ്രഹിച്ചുകൊണ്ട്, ആനിയെ കർത്താവ് അനുഗ്രഹിച്ചു. ശബരാന മകളെ സൂചിച്ച് നന്നായിട്ട് അത്ഭുത ചൈതന്യത്തിലേക്ക്
തീഷ്ണമതിയായ ഒരു അൽമായ സഹോദരൻ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അഭിമാനവും നമുക്കൊരു മാതൃകയും ഒരു അടയാളവും ഒരു ഉടമ്പടിയുമായിട്ട് കർത്താവെ മകനെ ഉയർത്തിയിരിക്കുക. ഒരു അൽമായ സഹോദരന്റെ മേൽ എത്ര അളവിലാണ് ദൈവത്തിന്റെ ആത്മാവ് വർഷിക്കപ്പെട്ടിരിക്കുന്നത്, അതേ അളവിൽ ഈ കൂടാരത്തിൽ ഇപ്പോൾ കൂടിയിരിക്കുന്ന സകലരുടെ മേൽ പരിശുദ്ധാത്മാവിനെ അയക്കുക. ആത്മാവേ 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 ആഗ്രഹിച്ചവർ ആഗ്രഹിച്ച വലിയ കഥയുള്ളതാണ്. നിങ്ങളെ കർത്താവ് തെരഞ്ഞെടുക്കട്ടെ. ഒരു വിശുദ്ധരാകാനാണ് കർത്താവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരു അഭിഷിക്തരാകാനാണ് കർത്താവിനെ തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ ദൂതരാകാനാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അവന്റെ സാക്ഷിയാകാനാണ്. കൈയടിച്ച് പഠിക്കേ. ആത്മനദിയായൊഴുകി എന്നിലുവ, ആത്മശക്തിയായൊഴുകി എന്നിലുവ, ആത്മനദിയായൊഴുകി എന്നിലുവ, ആത്മശക്തിയായൊഴുകി എന്നിലുവ. ദൈവത്തിന്റെ അത്ഭുത ശക്തി നിറയുന്നൊരു അനുഭവം, അത്ഭുത കൃപകൾ നിറയുന്നൊരു അനുഭവം, അത്ഭുത അഭിഷേകം നിറയുന്നൊരു അനുഭവം. എല്ലാ മക്കളിലേക്കും ഇപ്പോൾ എഴുന്നള്ളി വരണമേ. അനേകം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നല്ലോ. നാളെ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ പോലും ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ നിൽപ്പുണ്ടല്ലോ. പരിശുദ്ധാത്മാവേ, സകലരുടെ മേലും ആത്മാവ് വർഷിക്കപ്പെടട്ടെ, സകലരുടെ മേലും ചൈതന്യം നിറയപ്പെടട്ടെ, സകലരുടെ മേലും കൃപ ഒഴുക്കപ്പെടട്ടെ. കൈയടിച്ച് പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അസ്ഥി സംബന്ധമായിട്ട് രോഗപീഠമുള്ള മക്കളും സൗഖ്യം പ്രാപിക്കുകയാണ്. നടുവേദന, നട്ടല് സംബന്ധമായ രോഗങ്ങൾ, നട്ടലിന് വീഴ്ചയിലും പരിക്കേറ്റവര്, ഇത് കുനിയാൻ പോലും പറ്റാത്ത അവസ്ഥകളിലുള്ളവര്, നട്ടല് അകന്നുന്ന അവസ്ഥകളുള്ള മക്കള്, ഇത് അസ്ഥി സംബന്ധമായ രോഗങ്ങൾ, നട്ടല് സംബന്ധമായ രോഗങ്ങൾ ഈ സമയം സുഖപ്പെടുന്ന കർത്താവ് വെളിപ്പെടുത്തുകയാണ്. 19-ലധികം മക്കൾക്ക് സൗഖ്യം കിട്ടുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥകൾ, കാഴ്ച കുറവുകള്, കണ്ണിന് മൂടലുള്ള അവസ്ഥകള്, കണ്ണ് സംബന്ധമായിട്ട് രോഗപീഠകളുള്ള മക്കള് ഈശോ കർത്താവ് ഏതാണ്ട് 22-ലധികം മക്കൾ സൗഖ്യം പ്രാപിക്കുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. കുഞ്ഞുങ്ങളെ ഈശോ കാണിച്ചു തരികയാണ്. ജന്മനാ വൈകല്യങ്ങള്, ജന്മനാ കുറവുകള്, രോഗപീഠമുള്ള കുഞ്ഞുങ്ങള്, എന്നാൽ 13 കുഞ്ഞുങ്ങളോളം അത്ഭുത സൗഖ്യം വിടുതൽ പ്രാപിക്കുന്ന സംസാരിക്കാത്ത കുഞ്ഞുങ്ങളെ കാണിക്കുന്നുണ്ട്. അവരുടെ അഭ്യനങ്ങൾ തുറക്കപ്പെടുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. ഉണങ്ങാത്ത നാളുകളായിട്ട് ഉണങ്ങാത്ത വ്രണങ്ങള് ശരീരത്തിലുള്ളവർ സർജറി കഴിഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവസ്ഥയിൽ വന്നൊരു മുറിവായിരിക്കാം. ഉണങ്ങാത്ത ഒരുപക്ഷെ അത് വീട്ടിലിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിൽ പ്രാർത്ഥിച്ചു
പറഞ്ഞിട്ടുള്ളത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നാൽ 14 പേരോളം സൗഖ്യം പ്രാപിക്കുക. വ്രണങ്ങൾ ഉണങ്ങുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. രോഗപീഠകള്, സോറിയാസിസ്, എക്സിമ രോഗപീഠകള്, ശരീരം ചൊറിഞ്ഞു കരിക്കുന്ന അവസ്ഥകള്, ഡ്രൈ സ്കിന്നിന്റെ അവസ്ഥകളൊക്കെ ഉള്ള മക്കള്, കൊച്ചുങ്ങളെ കുഞ്ഞിനെ ബ്ലഡ് പോലും വരുന്ന തരത്തിലുള്ള സ്കിൻ ഡിസീസുള്ള ഒരു കുഞ്ഞിനെ കർത്താവ് സുഖപ്പെടുത്തുന്നു. 20ലധികം മക്കൾക്ക് സ്കിൻ ഡിസീസ്, ത്വക്ക് രോഗപീഠകൾ സുഖപ്പെടുന്നതാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് സന്ദേശം തരുന്നു. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, കണ്ണുകളടച്ച് ആഗ്രഹിക്കും മക്കളെ. ഗൈഡിങ് യു ഈ മരുഭൂമിയിൽ നിന്ന് ഒരു വാഗ്ദത്ത ദേശത്തേക്ക് പ്രാർത്ഥിക്ക്. മരുഭൂമി വാസം അത് കഴിയാൻ സമയമായി. തേനും പാലും ഒഴുകുന്നൊരു ദേശം, വാഗ്ദത്ത ദേശം, അവിടത്തേക്കുള്ള യാത്രയാണ്. ഈശോ ഈ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ പ്രതിസന്ധിയും മരുഭൂമി വാസത്തിലെ അനുഭവം. പരിശുദ്ധാത്മാവേ, സംഗീത പുസ്തകത്തില് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുക, 21-ാം അധ്യായത്തില് 21-ാം മരുഭൂമിയിൽ ഇറങ്ങിയ ആഗ്നേയ സർപ്പങ്ങളുടെ മെസ്സേജ് കർത്താവ് തരുന്നുണ്ട് ഈ സമൂഹത്തിന്. തരുന്ന ദർശനമായിരുന്നു സംഖ്യ 21. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഈ ലോകത്തിൽ നമുക്കേറ്റ സർപ്പദംശനങ്ങള്, വിഷം തീണ്ടലുകള്, പാപത്തിന്റെ ചില അവസ്ഥകള്, വിട്ടുമാകാത്ത ചില പഴക്ക ദോഷങ്ങള്, ചില തിന്മകള്, ചില പാപങ്ങള് കർത്താവ് അവൻ മോശ മരുഭൂമിയില് സർപ്പത്തെ ഉയർത്താൻ അത്ഭുതകരമായ വിടുതൽ ഈ രാത്രിയിലുണ്ട് മക്കളെ. അത്ഭുതകരമായ ഒരു വിടുതലിന്റെ ദിവസങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കും. വിശ്വസിച്ച മക്കളെ, വിടുതലുണ്ട്, വിടുതലുണ്ട്. വിശ്വസിക്കുന്നവർക്ക് വിടുതലുണ്ട്. എല്ലാ ബന്ധനങ്ങളിൽ നിന്നും, എല്ലാ അടിമത്തങ്ങളിൽ നിന്നും അവന് അടിമത്തത്തിന്റെ ആത്മാവിനെ അല്ല, പീഡിത്വത്തിന്റെ ആത്മാവിനെ അല്ല തന്നിരിക്കുന്നത്. നമുക്ക് ധൈര്യത്തിന്റെ ആത്മാവിനെയാണ്, മക്കളുടെ ആത്മാവിനെ, അപ്പാ അപ്പാ എന്ന് വിളിക്കുന്ന മക്കളുടെ ആത്മാവിനെ തന്നിരിക്കുക. ഇനി നീ പാപിയല്ല, ഇനി മകനാന്ന് പറയുന്ന ദൈവത്തിന്റെ ആത്മാവ്. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ഇരിക്കാമോ? നമുക്ക് കുറച്ചും കൂടെ സമയമുണ്ടല്ലോ. ഒത്തിരി ദൈവങ്ങളെ, നിങ്ങൾ എന്ത് നല്ലവരാ. എന്തൊരു സൈലൻസായി മലമുകളില്, എന്തൊരു ശാന്തത. അത് പരിശുദ്ധാത്മാവിന്റെ ശാന്തതയാണ്. ഐ ക്യാൻ ഫീൽ ഇറ്റ്. ഒരു ഭയങ്കര പീസ്ഫുൾനെസ് ഇവിടെ ഇരിക്കുന്ന അനേകം മക്കൾ അനുഭവിക്കുന്നുണ്ട്. ഒരു വല്ലാത്തൊരു ധൈര്യമോ, ഒരു വല്ലാത്തൊരു ആശ്വാസമോ. 107-ാം സങ്കീർത്തനം, 107-ാം സങ്കീർത്തനം തിരുവചനം പറയുകയാണ്, വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. 5-ാം വാക്യം, സങ്കീർത്തനം 107:5. വിശന്നും ദാഹിച്ചും അവർ തളർന്നു. തൊട്ട് മുമ്പ് 4-ാം വാക്യത്തിൽ തുടങ്ങാം. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. നമ്മളെ സംഗീത പുസ്തകം ഇപ്പം പെട്ടെന്ന് കാണിച്ച പ്രാർത്ഥിച്ചപ്പോൾ ഇതാ അടുത്ത വചനം ഇതാ പറയുന്നത്, മരുഭൂമിയിൽ വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി. ഇപ്പം ഇപ്പം പറഞ്ഞു തന്നില്ലായിരുന്നു. എന്തൊരു അലച്ചിലാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ, എന്തൊരു അസ്വസ്ഥതയാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ, എന്തുമാത്രം ഭാരമാണ്, എന്തുമാത്രം ഭയമാണ്. രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല. ഇപ്പോ രാത്രി കിടന്ന ഉറക്കം വരുന്നില്ല, തിരിഞ്ഞും മറിഞ്ഞും കിടക്കുക. എന്തുമാത്രം ആകുലത, എന്തിനെ പറ്റിയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കണേ. ഈ രാത്രിയും നാളെയും ഒക്കെ ആയിട്ട് കാണാൻ ശ്രമിക്കും. എന്തുകൊണ്ട് ഇത്ര അസ്വസ്ഥത? വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചില മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയോ മക്കളെ, വെൻ യു ബിക്കം വീക്ക്,
call upon the stronger one. നീ എപ്പം ബലഹീനനാകുന്നുവോ, നീ എപ്പം തളരുന്നുവോ, അപ്പോ ശക്തനായവനെ നീ വിളിച്ചപേക്ഷിക്കുവാനുള്ള ഒരു അടയാളം അത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അടുത്ത വാക്യം ഇങ്ങനെ, വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു. അടുത്ത വാക്യം, മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതി നന്ദി പറയട്ടെ. 9-ാം വാക്യം, എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തിന് തൃപ്തി വരുത്തും. സീക്കിംഗ് ഓർ thirsting ഫോർ സംതിങ്, എന്തിനോ വേണ്ടിയുള്ള ദാഹം. തൃപ്തിയുള്ള എത്ര പേര് വേണ്ടിയിരിപ്പുണ്ട് മക്കളെ? Are you satisfied? ദൈവത്തിന് അഗസ്ത്യോസ് പുണ്യാളൻ പറയുന്നുണ്ട്, ദൈവമേ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു. ഈ കൊല്ലത്തെ റോമൻ കൂരിയായിലെ ധ്യാനത്തിന് കാണ്ടിലെ കാന്തലമേസ ഈ ഒരു വചനം പറഞ്ഞെന്ന് പറഞ്ഞ് മനോഹരമായിട്ടുള്ള ഒരു മെസ്സേജ് പറയുന്നത് കേട്ടോ. കാണ്ടിൽ പറഞ്ഞത് ഇങ്ങനെയാ, ദൈവം എന്തേ നമ്മൾ ഈ കിടന്ന് അലയുന്നത്? ബിക്കോസ് വി ഹാവ് നോട്ട് റീച്ച്ഡ് ദ ലോർഡ്. കർത്താവെ നീ എന്നെ നിനക്കായി സൃഷ്ടിച്ചു, നിന്നിൽ വിലയം പ്രാപിക്കുവോളം until I reach you ഞാൻ അസ്വസ്ഥനായിരിക്കും. ഒറ്റ റീസൺ, പണമില്ലാത്തതുകൊണ്ടല്ല മക്കളെ, രോഗമുള്ളത് കൊണ്ടല്ല, വീട്ടിലൊരു പ്രശ്നമുള്ളത്, ഇതെല്ലാം നീങ്ങുവന്നാലോ. കർത്താവെ നിന്നെ കണ്ടുമുട്ടുവോളം, നിന്നിൽ എത്തിച്ചേരുവോളം എന്റെ മനസ്സ് അസ്വസ്ഥമാകുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവിടുത്തെ ദൈവങ്ങൾ ജീവിതത്തിന്റെ പ്രതിസന്ധികള് ഒരു അത്ഭുതത്തിന്റെ കർത്തനാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ജീവിതത്തിലെ സങ്കടങ്ങള്, ജീവിതത്തിലെ പ്രതിസന്ധികള്, ജീവിതത്തിലെ തകർച്ചകള് ദൈവം കർത്തൻ മാറ്റി നിന്റെ മുമ്പിലേക്ക് വരുവാനായിട്ട് ദൈവം അനുവദിക്കുന്ന ഒരു വേദിയാണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? പറയുക. അടുത്ത വാക്യം, അവന് ദാഹാർത്തിന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തികളാക്കി. യു വിൽ ബി സാറ്റിസ്ഫൈഡ്. അത് വേണം ഇത് ഇല്ല. കർത്താവേ നീ മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി. അവളെ കിട്ടിക്കഴിഞ്ഞാൽ മതിന്ന്, അതിനപ്പുറത്ത് വേറൊന്നില്ല, അതിനിപ്പുറത്ത് വേറൊന്നില്ല. കർത്താവേ നീ മാത്രം മതി, നീ മാത്രം മതി. അടുത്ത വിശപ്പുള്ളവര് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ടുള്ള സംതൃപ്തി അവിടുന്ന് ഉളവാക്കുന്നു. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നു. സ്തുതിച്ചുകൊണ്ട് ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായ ഒരു അഭിഷേകം ഇവിടെ പ്രസരിച്ചുകൊണ്ടിരിക്കുന്നു. കുറച്ചധികം മക്കൾക്ക് പരിശുദ്ധമായ സാന്നിധ്യത്തിന്റെ അനുഭവം ഈ സമൂഹത്തിൽ ചില പാപബന്ധനങ്ങൾ മക്കളെ വിട്ടുപോകുന്നുണ്ട്. ഒരു സുഗന്ധാഭിഷേകം ഈ കൂടാരത്തിൽ ഒരു സൗരഭ്യം ഈ കൂടാരത്തിൽ പരന്നുകൊണ്ടിരിക്കുന്നു. ശബരാന സൂര്യമകളെ കിട്ടാത്തവരൊക്കെ സൂര്യൻ അഭിഷേകം ഉണ്ടാവട്ടെ. മക്കളെ, there's a sense beyond. നിന്റെ കണ്ണ് കാണുന്ന കാഴ്ചക്കപ്പുറത്ത് ഒരു കാഴ്ചയുണ്ട്. നിന്റെ കാത് കേൾക്കുന്ന കേൾവിക്കപ്പുറത്ത് ഒരു കേൾവിയുണ്ട്. നിന്റെ മൂക്ക്, നിന്റെ മൂക്കിൽ നിനക്ക് കിട്ടുന്ന ഒരു സ്മെല്ലിനപ്പുറത്ത് സംതിങ് ബിയോണ്ട്, സംതിങ് സെലസ്റ്റിയൽ. നമ്മൾ വിശ്വസിക്കണം. കർത്താവ് തുറന്നു വെക്കുന്നത് ഞങ്ങൾക്ക് ദൈവമേ ഇതൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടോ? ദൈവം വെളിപ്പെടുത്തി തരുന്നത് കണ്ടോ? നമ്മൾ ഇന്നലെ വായിച്ചു മുഴുവൻ പോകാൻ പറ്റി സമയമില്ലാഞ്ഞുകൊണ്ട് വിട്ടുകളഞ്ഞത് സമരിയാക്കാരി പെണ്ണ് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ ഇന്നലെ വായിച്ചു തുടങ്ങിയില്ലേ? വല്ലാത്തൊരു വചനഭാഗം അത്. 4-ാം അധ്യായത്തിൽ കൂടുതലൊന്നും പറയണില്ല. അവളിങ്ങനെ വന്ന് നിൽക്കുക, വെള്ളം കോരാൻ, കുടിവെള്ളം, ദാഹവെള്ളം. കുടിവെള്ളത്തിനപ്പുറത്ത് ഒരാത്മവെള്ളമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? കിണറ്റിലെ വെള്ളത്തിനപ്പുറത്ത് ഒരു ജീവവെള്ളമുണ്ടെന്ന് വിശ്വസിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശ്വസിച്ച മക്കളെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയണേ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞേ. ഞാൻ കോട്ടയത്ത് നിന്ന് ഇങ്ങോട്ട് വരും, ചൊവ്വാഴ്ചയായിരുന്നു. ചൊവ്വാഴ്ച കഴിഞ്ഞ് ബുധനാഴ്ച വരുന്നത്. ഞാൻ രാവിലെ വണ്ടി എടുത്തുകൊണ്ട് ഒന്നുകൂടെ കുമ്പസാരിച്ചു. ഈ കൺവെൻഷന് ഒരു മലിനതയും വരാൻ പാടില്ല, ഒരു സ്വാർത്ഥത വരാൻ പാടില്ല. അച്ഛന്റെ തല വരാൻ പാടില്ല ഇതിനകത്ത്, അച്ഛന്റെ ഇഷ്ടങ്ങൾ വരാൻ പാടില്ല ഇതിനകത്ത്. ഇത് ദൈവഹിതത്തിന് തുറന്നു കൊടുക്കുന്ന, ദൈവത്തിന്റെ കൊടുങ്കാറ്റടിക്കുന്ന, ദൈവത്തിന്റെ പെന്തക്കോസ്തക്കാറ്റടിക്കുന്ന ഒരു കൺവെൻഷൻ ആയിരിക്കണമെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അത്യധികമായി ആഗ്രഹിക്കുന്നു. The climate will be changed. The quality will be changed. ജീവിതത്തിന് ക്വാളിറ്റി മാറും.
നിങ്ങൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ മാറും. നിങ്ങൾ ജപമാല ചൊല്ലുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന അഭിഷേകം മാറും. നിങ്ങൾ ഈ വിശുദ്ധ കുരിശിനെ തൊടുമ്പോൾ അവിടെ കിട്ടുന്ന അഭിഷേകം മാറും. നിങ്ങൾ ദിവ്യകാര്യ സന്നിധിയിലിരിക്കുമ്പോൾ അതിന്റെ അഭിഷേകം മാറും. നിങ്ങൾ ഈ വചനം വായിക്കുമ്പോൾ അതിന്റെ അഭിഷേകം മാറും. നോക്കിയേ പെങ്കൊച്ച് അവളോട് പറഞ്ഞു, കർത്താവ് പറഞ്ഞൊരു വാക്യം ഇന്നലെ പറഞ്ഞ് നിർത്തിയെടുത്തും തുടങ്ങുക, ഈ വെള്ളം കുടിക്കുന്നവന് പിന്നെ ദാഹിക്കും, പക്ഷേ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അവളെ വല്ലാത്തൊരു തൃപ്തി, വല്ലാത്ത ഒരു ആനന്ദം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വചനം കിട്ടണില്ല, എനിക്ക് മനസ്സിൽ വാക്യം വരുന്നുണ്ട്, പറയാൻ ഞാൻ വാക്യം പറഞ്ഞേക്കാം. എൻ്റെ രാജാവിനെ അവൻ്റെ മുഴു സൗന്ദര്യത്തോടെ ഞാൻ കണക്കിടുന്നുണ്ട്. പറയാം, എൻ്റെ രാജാവിനെ ഞാൻ അവൻ്റെ മുഴു സൗന്ദര്യത്തോടെ ഞാൻ കാണും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യെശയ്യാ 33:17. ഇതാ ദൈവവചനത്തിന്റെ ശക്തി. ഒരു വചനം പറഞ്ഞു തന്നാൽ ആ വചനം എടുത്തു തരാൻ കഴിവുള്ളവരാണ് എൻ്റെ ദൈവം. ഞാൻ നിങ്ങളോട് ഇനി എന്താ പറയട്ടെ? ഒരു വചനം സ്വന്തത്തിൽ തന്ന ആ വചനം തോർത്തു തരാൻ കഴിവുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ഈ കൂടാരത്തിൽ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 33:17. രാജാവിനെ അവന്റെ സൗന്ദര്യത്തോടെ നിന്റെ കണ്ണുകൾ കാണും, നിന്റെ കണ്ണുകൾ കാണും. പറഞ്ഞില്ലേ സക്കറിയ, കർത്താവേ ഇതാ അങ്ങയുടെ ദാസൻ, അങ്ങയുടെ വാഗ്ദാനം അനുസരിച്ച് അങ്ങ് വാഗ്ദാനം ചെയ്ത രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. ഒരായുസ് മുഴുവൻ ദേവാലയത്തോട് ചുറ്റിപ്പറ്റി നിന്നൊരു മനുഷ്യൻ, ദൈവമിട്ട് പന്ത് കളിച്ചൊരു മനുഷ്യൻ, ദൈവമിട്ട് തട്ടിക്കളിച്ചൊരു മനുഷ്യൻ, അവൻ പറയുക കർത്താവേ ഇതാ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു, എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുന്നു. അങ്ങ് വാഗ്ദാനം ചെയ്ത അങ്ങയുടെ വാഗ്ദാനം ഇതാ എൻ്റെ കണ്ണുകൾ കണ്ടിരിക്കുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാ നമ്മുടെ ജീവിതം, ഇതാ നമ്മുടെ ജീവിതം. കുറച്ച് അതും ഇതും ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നല്ല ജീവിതം. പറയുക ദൈവമേ, എന്തെന്നാൽ സകല ലൂക്കാസ് വിശേഷം 2-ാം അധ്യായം 28 മുതലുള്ള വാക്യങ്ങൾ. ശിമയോൻ ശിശുവിനെ കയ്യിലെടുത്ത്, ശിമയോൻ ശിശുവിനെ, can you imagine it? ദൈവക്കുഞ്ഞിനെ കയ്യിലെടുത്ത്, ദൈവത്തെ അച്ഛന്മാര് ക്രിസ്മസിന് ഉണ്ണീശം കൊണ്ട് നിൽക്കുമ്പോൾ കൊതി തോന്നാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? കൊതി തോന്നാത്ത ആരെങ്കിലും ഇരിപ്പുണ്ടോ? അച്ഛനായിട്ട് ഇനിയും തീരാത്തൊരു കൊതിയാ. 24-ാം തീയതി രാത്രി ഉണ്ണിയുമായിട്ട് നിൽക്കുന്നൊരു കൊതി ഇന്നും തീർന്നിട്ടില്ല, ഇനിയും തീർന്നിട്ടില്ല. കുരുത്തത്തിന് കത്തീഡ്രലാണെങ്കിൽ പിതാവിൻ്റെ കയ്യിലേക്ക് ഉണ്ണീശോ തരും. ഇന്നുവരെ കത്തീഡ്രലിൽ ഉണ്ണീശോ മുത്തിക്കുന്ന ഞാനാ. പിതാവ് മുത്തി കഴിഞ്ഞിട്ട് എൻ്റെ കയ്യിലേക്ക് ഉണ്ണീശോ തരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. മകൾ ഇപ്പോഴും കൈ ധരിക്കുന്നുണ്ട്, എനിക്ക് എൻ്റെ കൈ ചൂട് പിടിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ കൈ ചൂട് പിടിക്കുന്നുണ്ട് മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നോക്കിയ ശിമയോൻ പറഞ്ഞു ഇതാ സകല ജനതകൾക്കും വേണ്ടി അങ്ങ് ഒരുക്കിയിരിക്കുന്ന രക്ഷ എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞു. മകൾ എന്തോ അങ്ങാണ്ടുള്ള ഒന്നിനെ പറ്റി അല്ലിപ്പം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ അനുഭവിക്കുന്ന കാര്യമാണ്. എൻ്റെ കണ്ണുകൾ കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അത് വിജാതിയായിട്ട് വെളിപാടിന്റെ പ്രകാശവും അവിടുത്തെ ജനമായ ഇസ്രായേലിന്റെ മഹത്വം, ഗ്ലോറി, ജനത്തിന്റെ മഹത്വം. ഒരു നല്ല കുർബാന ചൊല്ലിക്കഴിയുമ്പോ ദൈവങ്ങളെ കിട്ടുന്നൊരു അഭിഷേകം. അച്ഛന്മാര് ചോദിച്ചു, ഒരു കുർബാന, ഒരു പുരോഹിതന്റെ ജീവിതത്തിന്റെ തൃപ്തിയും നിറവും ഒക്കെ കുർബാന തന്നെയാ മക്കളെ. അതിനപ്പുറത്ത് വേറൊന്നുമില്ല, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. ഒരു കുർബാനയ്ക്ക് അപ്പുറത്ത് എവിടെയാ എത്താനുള്ളത്? ഒരു മനുഷ്യൻ എത്താവുന്നതിന് അങ്ങേ അറ്റത്തിന്റെ പേരാ കുർബാന.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്ക് തിരിച്ച് വണ്ടി പിടിക്കാം അല്ലേ? സമയം പോകുന്നു. നിങ്ങൾക്ക് വീട്ടിൽ പോകണം. ജോസഫിനെ പിടിച്ച് വഴക്ക് പറഞ്ഞിട്ടുണ്ട്. കാളന്നൂരത്തച്ഛനോട് പറഞ്ഞു 8:45 മനുഷ്യർ പോയാലേ അവർക്ക് വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നാളെ നമുക്ക് 5 മണിക്ക് കുരിശിൻ്റെ വഴി, സമയമൊക്കെ ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വല്ല മറന്നുപോകും. 5 മണിക്ക് നമ്മൾ കുട്ടിക്കാനം നിന്ന് കുരിശിൻ്റെ വഴി ചൊല്ലി ഇവിടെ എത്തി ഇവിടെ നിന്ന് കുർബാന ചൊല്ലിയിട്ട് നാളെ ഏറ്റവും പ്രധാനപ്പെട്ട ടോക്കിൻ്റെ ദിവസമാണ് നാളെ. നാളെ അത് മിസ് ചെയ്യില്ല. നാളെ ഈശോയുടെ കുരിശുമരണമാണ് നമ്മുടെ ധ്യാന വിഷയം. ഈശോയുടെ കുർബാന, ഈശോയുടെ കുരിശുമരണം. എന്ത് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് അതിൻ്റെ രത്നച്ചുരുക്കുവാണ് നാളത്തെ ദിവസം. ഏറ്റവും നിങ്ങൾ ഒത്തിരി നാളെ ഉപവാസം കൊടുത്ത് വരണം, ത്യാഗം എടുക്കണം. അന്നേരം വചനത്തിൻ്റെ അതിലെ കഴിഞ്ഞ ഒരു കൺവെൻഷൻ ഞങ്ങൾ ചെന്നപ്പം അന്ന് ആ കുർബാനയുടെ പ്രസംഗം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെ നിന്നവന്മാരെല്ലാം ഓടി വന്ന് കൂടാരത്തിൽ കയറി. അവിടെ ഇവിടെയൊക്കെ നിന്ന പിള്ളേർ സെറ്റ് യൂത്ത് അവരെല്ലാം ഓടി ചാടി അവന്മാർ ഓടി വന്ന് ഇതിൽ കയറിയിരുന്നു. 3-ാമത്തെ ദിവസം അവരെ കൂടാനും വിട്ടു പോയില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. നോക്കിയ വചനം വായിച്ച് മുന്നോട്ട് പോകാം. 107-ാം സങ്കീർത്തനം വായിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടുന്ന് ദാഹാർത്തിന് അവസാനം നമ്മൾ വന്നല്ലേ. പീഡിതരും ബന്ധിതരുമായ ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിൽ വരുന്നു. ചിലരുടെ അവസ്ഥയാണ്. എന്നിട്ട് പറയുക, അവർ എന്താ കാരണം? അവർ ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചു. പറഞ്ഞാൽ കേട്ടില്ല. ഒരപ്പന്റെ ദുഃഖം എന്താ? ഒരമ്മയുടെ ദുഃഖം എന്താ? പറഞ്ഞാൽ കേട്ടില്ല. കൊച്ചിന് കൊച്ചു പറഞ്ഞാൽ കേൾക്കുന്നില്ല. കുഞ്ഞുമക്കൾ ഇവിടെ ഇരിപ്പില്ലേ? നിങ്ങളുടെയൊക്കെ അപ്പന്റെ അമ്മയുടെ നെഞ്ചിൽ തീ കോരിടുന്ന പൊന്നുമക്കളെ അനുസരിക്കാതെ നടക്കുന്നത്. അച്ഛന് ഒരുപാട് അനുഭവങ്ങളുണ്ട് പറയാനായിട്ട്. വിദേശത്തൊക്കെ പഠിക്കാൻ പോയിട്ട് 2-3 മാസങ്ങൾ അവിടെ ചെന്ന് ഒരുത്തിനെ കണ്ടുമുട്ടിയിരിക്കാന്നേ. ഒരുത്തന്നെ തോളെ കൈയിട്ട് ഇറങ്ങിയിരിക്കുക. ഇവള് 2 കെട്ടിയവന്റെ പുറകെ നടക്കുന്ന ഒരുത്തി, ഭാര്യയും പിള്ളേരും ഉണ്ട്, അവരുടെ പുറകെ നടക്കണേ. ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, ദൈവത്തിന്റെ വചനം കഴിഞ്ഞ പിന്നെ അപ്പന്റെ അമ്മയുടെ വചനം മക്കളെ വിശ്വസിക്കാവുന്ന 2-ാമത്തെ വാക്കതാണ്. വേറെ ആരുടെയും വാക്ക് വിശ്വസിക്കാൻ നിൽക്കില്ല. ദൈവത്തിന്റെ വചനം കഴിഞ്ഞാൽ പിന്നെ വിശ്വസിക്കാൻ കൊള്ളാവുന്ന വാക്ക് അത് അപ്പന്റെ അമ്മയുടെ വാക്ക്. ഒരു കാമുകന്റെയും ഒരു കാമുകിയുടെയും വാക്ക് അത് ചതിവാക്കാം മക്കളെ, ചതിവാക്കാം. കാരണം നെഞ്ചിലോട്ട് വളർത്തിയ കൊച്ചിനെ തട്ടിക്കൊണ്ടു പോകുന്നവൻ പിന്നെ പുണ്യങ്ങളനാണോ? അവൻ ചതിയനാ. കാമുകൻ ചതിയനാ മക്കളെ. ഒരു കാമുകന്റെയോ കാമുകിയുടെയോ വാക്ക് കേട്ട് കുടുംബം വിട്ട് തകർത്തിറങ്ങി എത്ര പേരുടെ കഥ ഞാൻ പറയും. സമയമില്ല, നമുക്ക് വചനം പറയാൻ പോലും സമയം തികയുന്നില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തെറ്റായ ബന്ധങ്ങളിൽ തെറ്റായ കുടുംബങ്ങൾ ഉണ്ടാവും മക്കളെ. അവിടെ കൊണ്ട് തീരുന്നത് തലമുറകൾ പിന്നെ കണക്ക് പറയണം. ഇത് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യമല്ല. ഒരു തെറ്റായ ബന്ധത്തിൽ നിന്ന് ഒരു തെറ്റായ കുടുംബം ആരംഭിച്ചിട്ട് പിന്നെ തെറ്റായ കുടുംബങ്ങളുടെ പരമ്പര ഉണ്ടാവും. നിങ്ങൾ ഉൽപ്പത്തി പുസ്തകം വായിച്ചോ? ബൈബിളിലെ ദുഷ്ടന്മാരൊക്കെ എവിടെ നിന്ന് വന്നോന്ന് കാണണമെന്നുണ്ട്. ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ മതി. എദോമ്യര് ഓരോരുത്തർ പേര് പറയും. മോവാബ്യര് എവിടുന്നാ വന്നതിനകത്തുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ചിന്തിക്കണം മക്കളെ, ഒരു കാമുകനും കാമുകിക്കും തരാൻ പറ്റാത്ത സ്നേഹം ദൈവത്തിന് തരാൻ പറ്റും. ഒരു പെണ്ണിനും തരാൻ പറ്റാത്ത സ്നേഹം, ഒരു ചെറുക്കനും തരാൻ പറ്റാത്ത സ്നേഹം തരാൻ ദൈവത്തിന് കഴിയുമെന്ന് പൊന്നുമക്കൾ തിരിച്ചറിഞ്ഞു. ന്യായാധിപന്മാരുടെ പുസ്തകം എടുത്ത് വായിച്ചോ? സമയമില്ല. സാംസന്റെ പുസ്തകം വായിച്ചോ? സാംസന്റെ അധ്യായം വായിച്ചോ? തരില്ല മക്കളെ. ചതിയുണ്ട്. ലോകം തരുന്ന എന്ത് ആനന്ദത്തിനകത്തും, ലോകം തരുന്ന എന്ത് സൗഭാഗ്യത്തിനകത്തും, ഈ ലോകം തരുന്ന എന്ത് നേട്ടത്തിനകത്തും ഒരു ചതിയുണ്ട്. എന്നാൽ സ്വർഗം തരുന്ന ഒരു സന്തോഷത്തില്, സ്വർഗം തരുന്ന ഒരു നേട്ടത്തില്, സ്വർഗം തരുന്ന ഒരു അഭിഷേകം അത് നിത്യ ജീവിതത്തിലേക്ക് നിന്നെ നയിക്കുമോ? ഹല്ലേലൂയ. എന്തോ ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ശമ്പളമോ പൈസയ്ക്കകത്ത് ചതിയുണ്ട് മക്കളെ. വ്യക്തിബന്ധങ്ങളിൽ ചതിയുണ്ട് മക്കളെ. ഹല്ലേലൂയ. പക്ഷേ അവന് മാത്രമേ ഉള്ളൂ ചതിയില്ലാത്തൊരുത്തൻ, അവനേ ഉള്ളൂ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വചനം എന്തെന്നാൽ അവർ ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചു, അത്യുന്നതിന്റെ ഉപദേശം നിരസിച്ചു. എന്ത് പറ്റി? അടിമവേല വരും. റോമാ ലേഖനം ഒന്നെടുത്ത് വായിക്കാൻ സമയമില്ല. ഇച്ചിരി പാവത്തെ പറ്റി പറയണം, നാളെ ഇച്ചിരി സംസാരിക്കണ്ടേ. അപ്പം അതിനൊരു ഒരുക്കത്തിനുള്ള ഒന്നിൻ്റെ കാര്യം മാത്രം പറയാൻ നമുക്ക് നോക്കാം. ഇതിനകത്ത് അടിമവേലയുണ്ട് മക്കളെ, അടിമവേലയുണ്ട്. ഹല്ലേലൂയ
ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ. റോമാലേഖനത്തില് പല ഭാഗങ്ങളുണ്ട്. 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേക പാപികളായി തീർന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വീണ്ടും തിരുവചനം പഠിപ്പിക്കുകയാണ്. റോമാലേഖനത്തിന്റെ 8-ാം അധ്യായം 14-ാം വാക്യം വായിക്കാതെ 13. ജഡികരായി ജീവിക്കുന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായും മരിക്കും. ലോകത്തിന് തരാൻ പറ്റുന്നത് മരണം മാത്രമേ ഉള്ളൂ മക്കളെ, മരണം മാത്രമേ ഉള്ളൂ. എന്നാൽ ശരീരത്തിന്റെ പ്രവണതകളെ ആത്മാവിനാൽ നിഗളിക്കുന്നെങ്കിൽ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവിനാൽ എഫേസ്യസ് ലേഖനം പറഞ്ഞു തന്നല്ലോ, ദൈവത്തിന്റെ ആത്മാവിനെ നിർവീര്യമാക്കില്ല. തിരുവചനം പഠിപ്പിക്കുക, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവമക്കൾ എന്ന് വിളിക്കും. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. മക്കളെ, ഈ വചന ശുശ്രൂഷ ചെയ്തു നടക്കുമ്പോൾ എൻ്റെ ഒരു ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കാം. ദൈവമക്കളെ, ഒരു ഭാഗ്യമാണ്. ഞായറാഴ്ച അങ്ങനെയാ, രാവിലെ തുടങ്ങും, പിന്നെ കുറച്ച് ഇന്ന് പോകണം. മിക്കവാറും ശനിയാഴ്ച വൈകിട്ട് ഞാൻ പോയിട്ട് ഞായറാഴ്ച മക്കളെ കണ്ടിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അറിയോ, പല സ്ഥലങ്ങളിൽ നിന്ന്, കോയമ്പത്തൂർ, പാലക്കാട്, അവിടെ നിന്നൊക്കെ വെളുപ്പം കാലത്ത് പള്ളി മനുഷ്യൻ വന്ന് നിൽക്കുക. ഉച്ചവരെ പോവും. ശനിയാഴ്ച വൈകിട്ട് ഞാൻ പോയിട്ട് ഞായറാഴ്ച ഉച്ചയ്ക്ക് തിരിച്ചു വരും. കാരണം അവർ വരുന്ന കണ്ടില്ല, ഇന്നത്തെ സാക്ഷിയൊക്കെ പറയുന്നതാ. നമ്മളെ ഒരു ലഹരിയ മക്കളെ. ക്രിസ്തു ഒരു ക്ഷീണമല്ല, ക്രിസ്തു ഒരു ആനന്ദമാണ് മക്കളെ. യേശുവേ ദൈവാത്മാവിനെ നയിക്കുമ്പോ ഒന്നിനും തന്നെ കീഴ്പ്പെടുത്താൻ പറ്റത്തില്ല. ദൈവാത്മാവിനെ നയിക്കപ്പെടുന്നവരെല്ലാം ഹല്ലേലൂയ ഹല്ലേലൂയ. ദൈവത്തിന്റെ പുത്രന്മാർ. വീണ്ടും പറയാം, നിങ്ങളെ വീണ്ടും ഭയത്തിലേക്ക് നയിക്കുന്ന അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല. നമ്മളെ പരിശുദ്ധാത്മാവ് തരുന്നൊരു സ്വാതന്ത്ര്യമുണ്ട് കേട്ടോ. പരിശുദ്ധാത്മാവ് തരുന്ന ഒരു സ്വാതന്ത്ര്യം, ഭാര്യയെ സ്നേഹിക്കാൻ, ഭർത്താവിനെ സ്നേഹിക്കാൻ, ഒരു പുരോഹിതൻ ജനത്തെ സ്നേഹിക്കാൻ. പറഞ്ഞില്ലേ, ബ്രദർ പറഞ്ഞു വെച്ചല്ലോ, ഒരു പാപം അതൊരു നുകം പോലെ തോളിലിരിക്കുക, ഒരു നുകം പോലെ, അല്ലെങ്കിൽ ഒരു എന്നാ പറഞ്ഞ ഒരു കടിഞ്ഞാൾ പോലെ നിന്നെ പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുക. ഒരു പാപത്തിൽ വീണ് കിടക്കുന്ന ഭർത്താവിന് ഒരു ഭാര്യയെ സ്നേഹിക്കുന്ന പോലെ സ്നേഹിക്കാൻ പറ്റില്ല. ഒരു പാപത്തിൽ വീണ് കിടക്കുന്ന ഭാര്യയ്ക്ക് ഭർത്താവിനെ സ്നേഹിക്കേണ്ട പോലെ സ്നേഹിക്കാൻ പറ്റില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. തന്നെ നാളുകൾക്കും ഒരു മനുഷ്യൻ, ഒരു സഹോദരൻ, പയ്യൻ, അവൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, എനിക്ക് എൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് നോക്കാൻ പറ്റുന്നില്ല ചോ, എൻ്റെ കൊച്ചിൻ്റെ മുഖത്ത് എനിക്ക് നോക്കാൻ പറ്റണില്ല. ഒരു തെറ്റായ ബന്ധത്തിൽ കിടക്കുക ഇവൻ. ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഭാര്യയെ കാണാൻ പേടിയാച്ചോ. ആരുടെ കാര്യം പറയണേ? സ്വന്തം ഭാര്യയെ കാണാൻ പേടി, സ്വന്തം കൊച്ചിന്റെ മുഖത്ത് നോക്കാൻ ഭയവാവിന്. ഹല്ലേലൂയ ഹല്ലേലൂയ. മക്കളെ, അറിഞ്ഞ മക്കളെ, വിഷവാത്. സിൻ ഈസ് പോയിസൺ ദാറ്റ് വിൽ പാരലൈസ് യു. അണലി വിഷമൊക്കെ തളർത്തി കളയുന്ന പറയണേ. ദൈവമക്കൾ അറിഞ്ഞു, ഈ രാത്രിയിൽ നാളെ പറയും അതിന്റെ കാരണം എന്നാന്ന് പറഞ്ഞു തരാം. നാളെ ഈ കുരിശിലൂടെ കിട്ടുന്ന ഒരു വിടുതലുണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. തിരുവചനം പഠിപ്പിക്കുക, ഇതാ അടിമത്തത്തിന്റെ ആത്മാവിനെയല്ല, പുത്ര സ്വീകാര്യത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ കൈക്കൊണ്ടിരിക്കുന്നത്. ഈ ആത്മാവ് മൂലമാണ് നമ്മൾ ആബാ പിതാവേ എന്ന് വിളിക്കുന്നത്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ജ്ഞാനത്തിന്റെ പുസ്തകം 11-ാം അധ്യായത്തിന്റെ 4-ാമത്തെ തിരുവചനം. ദാഹിച്ചപ്പോൾ ജനം അങ്ങയെ വിളിച്ചപേക്ഷിച്ചു, അങ്ങ് അവർക്ക് കടും പാറയിൽ നിന്ന്. ഈ ദിവസം അഭിഷേക വചസ്സുകളിലെ ടോക്കുകളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവർക്ക് തീക്കല്ല് പാറയിൽ നിന്ന് വെള്ളമൊഴുക്കുന്ന കർത്താവ്. വെറും പാറയില്ല, തീക്കല്ല് പോലെ നിൽക്കുന്ന പാറയിൽ നിന്ന് അവർക്ക് ജലം കൊടുത്ത് അവർക്ക് ദാഹശമനം വരുത്തി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മകളെ, ഒരു കുഞ്ഞു കാര്യം കൂടെ പറഞ്ഞ നമുക്ക് അവസാനം, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വരട്ടെ. വ്യവസ്ഥ ഒന്നേ ഉള്ളു മകളെ, അവൻ്റെ അടുത്ത് പോയിരുന്നാ മതി. നിനക്ക് പാപം ഉപേക്ഷിക്കുന്ന ആരും വിചാരിച്ചാൽ യു കനോട്ട് ഡു ദാറ്റ്. ഈ പാപത്തിന് പ്രത്യേകത ഇതാ മക്കളെ, അതൊരു ബാധ പോലെ നിന്റെ മേൽ ഈ പാപം നിൽക്കും. നിന്നെ ക്രിസ്തു ഇതിൽ പാപത്തിൽ നിന്ന് മോചിച്ചില്ല എങ്കിൽ
ക്രിസ്തു നിന്നെ വിടുവിച്ചില്ലെങ്കിൽ നീ എന്തു ചെയ്താലും ഈ ബന്ധനത്തിൽ നിനക്ക് വിടുതൽ കിട്ടില്ല. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഒരു നിർവചനം കർത്താവ് തരുന്നുണ്ട്. ഹല്ലേലൂയ 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 ശബരാനാഥാഹ ഭാരത് മാർച്ച് കിട്ടിയാൽ തരാം. ഹല്ലേലൂയ വചനം കിട്ടുന്നുണ്ട്, പക്ഷെ വാക്ക് കിട്ടുന്നില്ല. ശബരാനാഥാഹ ഭാരത് പ്രാർത്ഥനകളെ ഹല്ലേലൂയ ഹല്ലേലൂയ സത്യത്തിന്റെ പുസ്തകത്തിലാണ് മധുരം. ശബരാനാഥാഹ ഭാരത് ഹല്ലേലൂയ. വിശ്വസിയെ പറഞ്ഞേ കർത്താവ് നമുക്ക് ഒരു വിടുതൽ വരാൻ വേണ്ടിയിട്ട് വചനം തരട്ടെ. ഒരു വിടുതൽ വരാൻ വേണ്ടിയിട്ട് വചനം തരട്ടെ. ശബരാനാഥ പെട്ടെന്ന് മനസ്സിൽ വന്നോണ്ട് ശബരാനാഥാഹ ഭാരത് ഹീര 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 വചനം ഇതാണ്. നിങ്ങൾക്ക് പോണെ പിന്നെ എടുക്കാം. ഇനി വചനം തപ്പിടി കിട്ടുന്നില്ല, സാധാരണ കിട്ടണ്ട. ശബരാനാഥാഹ ഭാരത് തിരുവചനം ഇങ്ങനെയാണ്. ഇതാ മനുഷ്യന്റെ ജീവന്റെ വില അല്ലെ, വിടുതലിന്റെ വില. ശബരജ്ഞാനത്തിന്റെ പുസ്തകങ്ങൾ ഏതുമാണ് കിട്ടിയ പറഞ്ഞുതരാം, ഒന്ന് നോക്കിയെടുത്തരാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ ജീവന്റെ വിടുതൽ വില വളരെയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവന്റെ വിടുതൽ വില എന്തു തന്നെയാണെങ്കിലും ഒരുവന് തന്റെ ജീവന്റെ വിടുതൽ വില കൊടുക്കുവാൻ ആവുമോ? ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കിട്ടുന്നില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ. ആഗ്രഹിച്ച കർത്താവ് തരും. ഹല്ലേലൂയ ഹല്ലേലൂയ. പെട്ടെന്ന് വന്ന വചനം എനിക്ക് അറിയില്ല, ഞാൻ പെട്ടെന്ന് കർത്താവിന്റെ വചനമാണ്. ഹല്ലേലൂയ. അതായത് നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്യാൻ, നമ്മുടെ പാപത്തിന് വിടുതലാകാൻ നമുക്ക് കഴിയത്തില്ല. ഹല്ലേലൂയ. സാരമില്ല. ഹല്ലേലൂയ. അടുത്ത ദിവസം പറഞ്ഞുതരാം, പ്രാർത്ഥിച്ച്. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സമയത്തിന് മുന്നോട്ട് വന്നു കർത്താവ് പറയാ, എന്റെ അടുക്കലേക്ക് വരിക, ആർക്കെങ്കിലും ദാ കം ടു മീ ആൻഡ് ഡ്രിങ്ക്. ഒരു വചനഭാഗം പറയാൻ വെച്ചിരുന്ന 21 യോഹന്നാൻ 23:21 പറഞ്ഞു. ലൂക്ക 5:4 പറയുക. ഈ കൺവെൻഷനിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തരുന്ന മറ്റൊരു വചനം ഇതാണ്. ലൂക്ക 5:4 തിരുവചനം ഇങ്ങനെയാണ്. ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളൊരു ജീവിതം തകർന്ന് നിൽക്കുന്നിടത്ത് തമ്പുരാൻ വന്നിട്ട് പറയാം, deeper and deeper into it. നിന്റെ ബന്ധങ്ങളില്, നിന്റെ സ്നേഹത്തില്, നിന്റെ ദൈവാനുഭവത്തില് ഇനിയും എത്തിച്ചേരേണ്ട ആഴങ്ങളുണ്ട്. ഇതാ പത്രോസ് പറഞ്ഞ്, ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല കർത്താവ്, രാത്രി മുഴുവൻ അധ്വാനിച്ചതാ. ദൈവമക്കളെ വചനം പഠിപ്പിച്ചു തരിക. നിന്റെ അധ്വാനങ്ങൾ പരാജയപ്പെടാൻ അനേകം വന്നിട്ട് വെച്ച കടത്തിൽ അച്ഛ സ്ഥലം വയ്ക്കാൻ നോക്കുക. അച്ഛ ബാധ്യതയില്ല. പരിശുദ്ധാത്മാവ് കാരണം പഠിപ്പിച്ചു തരിക. തിരുവചനം ഇങ്ങനെയാണ് പറഞ്ഞു തരുന്നത്. ഇതാ ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ശിമയോൻ പറഞ്ഞു, ഗുരു രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഞങ്ങൾക്കൊന്നും കിട്ടിയില്ല, എങ്കിലും നീ പറഞ്ഞതനുസരിച്ച് ഞങ്ങൾ വലയിറക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ ദൈവത്തിന്റെ വചനം ഒരു കാര്യം പറഞ്ഞു തന്നാൽ അതിനെ അനുസരിക്കാനായിട്ട് പറ്റണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുവചനം പറയുക, അവർ വലയിറക്കിയപ്പോൾ വളരെയേറെ മത്സ്യങ്ങൾ അവർക്ക് കിട്ടി. അവരുടെ മല കീറി തുടങ്ങി. അവർ മറ്റേ വള്ളത്തിൽ ഉണ്ടായിരുന്ന കൂട്ടുകാരെ ആംഗ്യം കാണിച്ച് സഹായത്തിന് വിളിച്ചു. അവർ വന്ന് 2 വള്ളങ്ങളും മുങ്ങാറാകുവോളം നിറച്ചു. ശിമയോൻ പത്രോസ് ഇത് കണ്ടപ്പോൾ യേശുവിന്റെ കാൽക്കൽ വീണ്, കർത്താവേ, എന്നിൽ നിന്ന് അകന്നു പോകണമേ, ഞാൻ പാപിയാണ് എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവമക്കളെ, അച്ഛന്റെ പ്രസംഗം കേട്ടിട്ടല്ല പാപചിന്ത വരേണ്ടത്. തമ്പുരാന്റെ മുമ്പിലിരിക്കുമ്പോൾ അറിയാതെ നിന്റെ ഹൃദയം ഉരുകി തുടങ്ങണം. കർത്താവിന്റെ മുമ്പിൽ ഇപ്പൊ കുർബാന എഴുന്നള്ളിച്ച് വെക്കാൻ പോ, തമസിയാതെ ആ കുർബാന എഴുന്നള്ളിച്ച് വെക്കുമ്പോ നിന്റെ കണ്ണ് നിറയണം, നിന്റെ ഹൃദയം ഉരുകി തുടങ്ങണം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തമ്പുരാന്റെ അടുക്കലേക്ക് വരുന്നൊരു വ്യക്തിക്ക് തമ്പുരാൻ കൊടുക്കുന്ന കൃപയാണ് മാനസാന്തരം. ഹല്ലേലൂയ ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിൽ നമ്മളിപ്പോ വായിച്ചു കേട്ടു. വചനഭാഗവത ഇതാ അത് കർത്താവാണ് എന്ന് യേശു സ്നേഹിക്കുന്ന ശിഷ്യൻ പറഞ്ഞപ്പോൾ പത്രോസ് അവൻ നഗ്നനായിരുന്നു. അവനിതാ തന്റെ മേൽവസ്ത്രം എടുത്തെടുത്ത് കടലിലേക്ക് ചാടി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. തമ്പുരാന്റെ അടുക്കലേക്ക് ആത്മാർത്ഥമായിട്ട് ഒരുവൻ വരുമ്പോ, തമ്പുരാന്റെ ആൾക്കാരെ ആത്മാർത്ഥമായിട്ട് ഒരുവൻ സമീപിക്കുമ്പോ, കർത്താവിന്റെ കുരിശിന്റെ അടുക്കലേക്ക് ഒരുവൻ വരുമ്പോ, ഹല്ലേലൂയ, ഞാൻ നഗ്നനാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും അങ്ങനത്തെ വാക്യം വായിച്ചിട്ടുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ നഗ്നനായിരുന്നു. ദൈവമക്കളെ, ബൈബിളിന്റെ ആദ്യം മുതൽ അവസാനം വരെ കൊണ്ടുപോയി നിർത്തുന്നത് ഈ ഒരു അനുഭവത്തിലാണ്. ഞാൻ നഗ്നനായിരുന്നതുകൊണ്ട് പുറങ്കുപ്പായം ധരിച്ച് പത്രോസ് ഇതാ
കടലിലേക്ക് ചാടി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന മറ്റൊരു വ്യക്തിയുണ്ട്, ഒരു മേരി. യോഹന്നാൻ 8 വായിക്കുന്ന എനിക്ക് എളുപ്പം തോന്നും. ലൂക്കായിലും ഉണ്ട്. നമുക്കത് 8 പറയുക. ഈശോ രാത്രി മുഴുവൻ ഒലിവുമലയിൽ പ്രാർത്ഥിച്ചിട്ട് രാവിലെ പള്ളിയിൽ വന്നു. ജെറൂസലേം ദേവാലയത്തിന് മുമ്പിൽ വന്നപ്പോൾ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് നിർത്തിയിരിക്കുക. രാവിലത്തെ കുർബാന സമയത്ത് ഒരു പെണ്ണിനെ കുർബാന വിളിക്കാൻ കൊണ്ടുവന്നിരിക്കുക, ബലിയർപ്പിക്കാൻ കൊണ്ട് നിൽക്കുക. തെരുവിൽ നിന്ന് കിട്ടിയതാന്ന് പറഞ്ഞ് ഇവന്മാരെല്ലാം കൂടെ വെളുപ്പാങ്കാലത്ത് എവിടെ പോയതായിരുന്നു? ഈ പെണ്ണിനെ ചുമന്നുകൊണ്ട് വരാൻ വേണ്ടി മാന്യന്മാര് വെളുപ്പാങ്കാലത്ത് എവിടുന്ന് കിട്ടി ഈ പെണ്ണിനെ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. തമ്പുരാൻ നോക്കി, അവളെ നോക്കി, അവരെ നോക്കി. എന്നിട്ട് വചനം പറയുന്നത് ഇങ്ങനെയാണ്: അവൻ കുനിഞ്ഞിരുന്ന് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. പുറപ്പാടിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. കർത്താവ് വിരൽ കൊണ്ട് നിയമം എഴുതി മോശപ്രവാചകനെ ഏൽപ്പിച്ചു കൊടുത്തു. ഹല്ലേലൂയ, ഹല്ലേലൂയ. 10 കൽപ്പനകൾ എഴുതി. ഇതാ പൊന്ന് കർത്താവ്. ദൈവമക്കളെ, അതിന്റെ പ്രകാശം ഇങ്ങനെ അടിച്ച് ജെറൂസലേം ദേവാലയത്തിന് മുമ്പിലെത്തുമ്പോൾ അവിടെ പിതാവായ ദൈവം ഇതാ വിരൽ നീട്ടി കൽപ്പനകളിൽ എഴുതിയെങ്കിലും ഇതാ പുതിയ നിയമത്തിലെ ക്രിസ്തു കുനിഞ്ഞു പോയെന്ന, പുതിയ നിയമത്തിലെ ക്രിസ്തുവിനെ കൂലി വിളിച്ചെന്ന. കാരണം മനുഷ്യർ കൂലി നടക്കുന്നിടത്ത്, മനുഷ്യർ കുനിഞ്ഞു നിൽക്കുന്നിടത്ത് ദൈവമോ കൂലി നിൽക്കുന്നു, ദൈവമോ കുനിഞ്ഞു നിൽക്കുന്നു. അവൻ കുനിഞ്ഞിരുന്നെഴുതി, അവൻ നിലത്തെഴുതി, മണ്ണിലെഴുതി. ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്, എന്തേലും ആയിക്കോട്ടെ. കാറ്റടിച്ചാൽ മാഞ്ഞു പോകാവുന്നതൊക്കെ ഉള്ളു മക്കളെ മണ്ണിലെഴുതാൻ പറ്റുന്നത്. നീ ഇന്ന് വരെ ചെയ്തിട്ടുള്ളതൊക്കെ കാറ്റടിച്ചാൽ മാഞ്ഞു പോകാവുന്നേ ഉള്ളൂ. ആ കാറ്റ് പരിശുദ്ധാത്മാവിന്റെ കാറ്റായിരിക്കണമെന്ന് മാത്രം. പരിശുദ്ധാത്മാവിന്റെ കാറ്റടിച്ചാൽ മാഞ്ഞു പോകാൻ പറ്റാത്തതൊന്നും നിന്റെ ആയുസ്സിൽ നീ ചെയ്തിട്ടില്ലെന്ന്. നീ ചെയ്ത പാപങ്ങൾ ദൈവം മണ്ണിൽ എഴുതി വെച്ചിട്ട് പരിശുദ്ധാത്മാവിനെ കാറ്റടിച്ച് അതിനെ മായ്ച്ചു കളയുന്നത്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പിന്നെ കർത്താവ് നോക്കിയിട്ടൊന്നും കാണുന്നില്ല. വീണ്ടും കർത്താവ് എഴുതി. അടുത്ത കാറ്റ്. അവൻ നിശ്വസിക്കുന്നത് പരിശുദ്ധാത്മാവിനെയല്ലേ, പാപത്തിന്റെ മേല് ദൈവത്തിന്റെ ആത്മാവിനെ നിശ്വസിച്ചു. അത് മാഞ്ഞുപോയി. കർത്താവ് ശിരസ് ഉയർത്തി. സ്ത്രീയെ, ബൈബിള് കുറച്ചെങ്കിലും വായിച്ചിട്ടുള്ള, ബൈബിള് കുറച്ചെങ്കിലും ഒക്കെ കേട്ടിട്ടുള്ള നിങ്ങൾക്കറിയാം, സ്ത്രീയെ എന്നൊക്കെ വിളിക്കുന്നത് സുവിശേഷത്തിന്റെ ഒരു മിനിസ്ക്യൂൾ ജോൺസ് ഗോസ്പൽ. ആദിമ സ്ത്രീ മുതൽ നിപ്പുണ്ട്, ഹവ്വ എന്ന് വിളിക്കപ്പെടുന്ന സ്ത്രീ മുതൽ നിപ്പുണ്ട്. 2-ാം അധ്യായത്തിൽ തന്റെ അമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് വിളിക്കുന്നുണ്ട് സ്ത്രീയെ. 8-ാം അധ്യായത്തിൽ വന്നു നിൽക്കുമ്പോ അവൾക്ക് വിട്ടിരിക്കുന്ന പേര് മേരിയ. മാരി മീൻസ് ദ ഗ്രേറ്റ്, മഹത്വമുള്ളവ, ഉന്നതിയുള്ളവ. പൊന്നുമക്കളെ, ദൈവം നിനക്കിട്ട് തന്നേക്കുന്നൊരു പേരുണ്ട്, മാരി. Mary. Mary is not a personal name. Mary is the name of the children of God. ഉന്നത, മഹോന്നത, മഹോന്നത. അതാ മേരി. അവന്റെ അമ്മയ്ക്കും ഈ പഴച്ച പെണ്ണിനും തമ്മിൽ എന്തോ ഒരു താതാത്മ്യം, ഒരു സാമ്യം. ദൈവങ്ങളെ, ബൈബിൾ വായിച്ച കരയാത്തവൻ അവൻ സ്വർഗ്ഗത്തിൽ പോകത്തില്ല. ബൈബിൾ വായിച്ച കരയും മക്കളെ, വാവിട്ട് നിലവിളിക്കും. 8-ാം അധ്യായത്തിലെ പെങ്കൊച്ചിനെ കൊല്ലാൻ കൊണ്ടുവന്നിട്ടേക്കുക. എല്ലാവൻ്റെ കയ്യിലുണ്ട് കൂർത്ത മെറ്റൽ കഷ്ണം. ഒറ്റ ഏറ് നമ്മൾ വീഴും. നിൽക്കുക വട്ടത്തിൽ. വെളുപ്പാങ്കാലത്ത് പുണ്യം ചെയ്യിക്കാൻ വേണ്ടി ഇറങ്ങിക്കുന്ന കുറച്ച് അവന്മാര്. എറിയാൻ നിൽക്കുന്നവനൊക്കെ പാപികളാ മക്കളെ, ഓർത്തോ. കുറ്റം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നവൻ അവൻ കുറ്റവാളിയാണ്. കുറ്റവാളി അല്ലാത്തൊരുത്തൊരു കുറ്റം പറയാൻ പറ്റത്തില്ല.
എറിയാൻ കല്ലുയർത്തിയവനൊക്കെ ഏറുകൊണ്ട് വീഴേണ്ടവന്മാരാ. ഓർത്തു, അവരെയും ഇവരെയും ഒക്കെ കയറി ചാടിക്കേറി വിധിക്കുമ്പോ ഈ രാത്രിയിൽ ഇവിടെ മുഴങ്ങിയ, ഈ മലമടക്കുകളിൽ മുഴങ്ങിയ സ്വരം നിങ്ങൾ ഓർത്തോണം. ഓർത്തോണം. ഏറ് കിട്ടേണ്ടവനാ കല്ലെടുത്ത് നിൽക്കുന്നതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്ത്രീയെ, വുമൺ, വുമൺ, വുമൺ. ഒക്കെ മക്കളെ, സുവിശേഷം എല്ലാവർക്കും വേണ്ടിയുള്ള മക്കളെ. സുവിശേഷത്തിന്റെ കാറ്റ് എല്ലാവർക്കും വേണ്ടി അടിക്കുന്നതാ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരും നിന്നെ വിധിച്ചില്ലേ? കർത്താവ് നീതീകരിക്കുന്നവരെ, റോമാലേഖനത്തിൽ വീണ്ടും പോലെ, കർത്താവ് നീതീകരിച്ചവരെ ആര് കുറ്റം വിധിക്കും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 33-ാം വാക്യം പറഞ്ഞത്, ദൈവം തിരഞ്ഞെടുത്തവരുടെ മേൽ ആര് കുറ്റം ആരോപിക്കും? ദൈവം നീതീകരിച്ചവന് ആര് ശിക്ഷാവിധി നടത്തും? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നോക്കിയ മക്കളെ, ഈ പെണ്ണ് നിൽക്കുക, ഈ പെണ്ണ് നിൽക്കുക. അവള് പറഞ്ഞു, കർത്താവേ, ലോർഡ്, നിന്നെ ക്രിസ്തുവാകാനുള്ള രഹസ്യം പഠിപ്പിക്കുക. ചേർത്ത് പിടിക്കാൻ കൊള്ളാത്തവരെ ചേർത്ത് പിടിക്കുമ്പോ നീ ക്രിസ്തുവാകും. ഹല്ലേലൂയ. ഒരു 3-4 കൊല്ലം മുമ്പ്, കോവിഡിനൊക്കെ മുമ്പ്, ഒരു പയ്യനെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാൻ എറണാകുളം സൈഡിൽ നിന്ന് മറ്റുള്ള. അപ്പം വന്നൊരു പ്രാന്തനെ പോലെ ഇരിപ്പുണ്ട് പള്ളിയിൽ, വിമലയിൽ കത്തിയിട്ടില്ല. പെങ്ങന്മാരൊക്കെ കൂടി കൊണ്ടുവന്നിരിക്കുക. പറഞ്ഞു, അനിയനെ ഒറ്റയടിക്ക് കൊന്നതാവൻ. കള്ളുകൂടിയനായിരുന്നു, മയക്കുമരുന്ന് കൊടുക്കുമായിരുന്നു. ഒരു ദിവസം വീട്ടിൽ തിരിച്ചു വന്നപ്പോൾ അനിയൻ, അവൻ്റെ ജോലിയുണ്ട്, അവൻ കമ്പ്യൂട്ടറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, ലാപ്ടോപ്പിൽ. ഈ ലാപ്ടോപ്പ് എടുത്ത് അവൻ്റെ തലക്കെട്ട് ഒറ്റയടി വെച്ച് കൊടുത്തു. കൊച്ച് അവിടെ വീണങ്ങ് മരിച്ചു. ശിക്ഷ കിട്ടി 6-7 കൊല്ലം. ശിക്ഷയൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ പെങ്ങന്മാർ കൊണ്ടുവന്നതാ. അതാ സ്ത്രീയ, ദൈവത്തിൻ്റെ നീർച്ചാലിൻ്റെ പേരാ സ്ത്രീയ, ദൈവത്തിൻ്റെ നീരുറവയുടെ പേരാ സ്ത്രീയ. പെണ്ണുങ്ങളെല്ലാവരും എന്നോട് കൊണ്ടുവന്നു. പിന്നെ ഇരിക്കുക, മരക്കല്ല് പോലെ, മരക്കല്ല് 2-2 ഞാൻ വന്നു, മോനെ കഥയൊക്കെ എനിക്കറിയാലോ, തോളൊക്കെ ഇട്ടു. എന്തു പറ്റിയടാ? അവന് അങ്ങനെ ഇരിപ്പുണ്ട്, അനക്കമില്ല. ഞാൻ പറഞ്ഞ, സാരമില്ലടാ അവനെ, നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ലോ, സാരമില്ല, നിന്റെ കുമ്പസാരം കേൾക്കട്ടെ ഞാൻ, സാരമില്ല. എടാ, ദൈവം പറയുന്നടാ സാരമില്ലെന്ന്, നീ അറിയാതെ ചെയ്തതല്ലേ. ഇന്ന് ഈ പള്ളിക്കകത്തും കൂടെ വന്ന് കയറുമ്പോഴേ ഒരു കയ്യബദ്ധത്തെ പാപമെന്ന് വിളിക്കാൻ മാത്രം അത്ര ചെറിയവനല്ല എൻ്റെ ദൈവം. ഒരു കയ്യബദ്ധത്തെ പാപമെന്ന് വിളിക്കാൻ മാത്രം അത്ര ചെറിയവനൊന്നും അല്ലടാ കൂട്ടാ എൻ്റെ ദൈവം. ഞാനവൻ്റെ തോളെ കൈവച്ചു. അവൻ പതുക്കെ എൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചോദിച്ചു, എന്നാലും വെച്ചാ അനിയനെ കൊന്നതാ ഞാൻ. ഞാൻ ആര് പറഞ്ഞു നീ അനിയനെ കൊന്നോ? നീ അനിയനെ കൊന്നോ? അവൻ അവിടെ നിന്ന് കരഞ്ഞു. പിന്നെ അവൻ വർഷങ്ങൾക്ക് ശേഷമുള്ള അവൻ്റെ കുമ്പസാരം നടത്തുന്നുണ്ട്. ദൈവമക്കളെ, ദൈവത്തിന് നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിൽ വീണുപോയ ആരും ഇവിടെ ഇരിപ്പില്ല. ദൈവത്തിന് തിരിച്ചു കിട്ടാൻ പറ്റാത്ത രീതിയിൽ നഷ്ടപ്പെട്ട ഒരു നാണയവും ഇവിടെ ഇല്ലെന്ന. നഷ്ടപ്പെട്ടു പോയെങ്കിൽ നിന്നെ കിട്ടുമ്പോൾ പരിശുദ്ധാത്മാവിന് വിളക്കുമായിട്ട് ഇതാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതാ നിന്റെ പിന്നാലെ ഇറങ്ങി തിരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യോഹന്നാന്റെ സുവിശേഷം പോന്നേരമായ മക്കളെ, വണ്ടി വന്നോ? ഇന്ന് കഞ്ഞിയില്ലല്ലോ, ഇന്ന് ആകപ്പാടെ പ്രശ്നമാകുമെന്ന് തോന്നി. നാളെയൊക്കെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യായിരുന്നു. ഇന്ന് കഞ്ഞിയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പെട്ടെന്ന് പറഞ്ഞ് നിർത്തിയേക്കാം. യോഹന്നാൻ 12 കൂടെ പറഞ്ഞ്, അല്ലെങ്കിൽ ഇന്ന് എത്താന്ന് നിൽക്കും. 12 മറിയം വീണ്ടും വരിക. മക്കളെ, നിങ്ങൾക്കറിയോ അവൻ്റെ സ്നേഹിതൻ ലാസറായത് എങ്ങനെയാണെന്നറിയോ? അന്ന് ആ ഞായറാഴ്ച രാവിലെ പള്ളിമുറ്റത്ത് വെച്ച് അവളെ കണ്ട അന്ന് മുതൽ അവൻ ആ കുടുംബവുമായിട്ട് ബന്ധം ആരംഭിച്ചതാണ്. മകൾ അനേകം പറഞ്ഞത്, ഒരാള് തന്നെ വിൽക്കാൻ തുടങ്ങുന്നത് എപ്പോഴാണ് മക്കളെ? കയ്യിൽ ആവശ്യത്തിനില്ലാതാകുമ്പോഴാണ്. ഞാനൊന്നും ന്യായീകരിക്കുന്നൊന്നുമില്ല കേട്ടോ. അവരെ അങ്ങനെ അത്രയ്ക്കും പാപ്പരാക്കി മാറ്റിയതാരാ?
വെറുതെ ചിന്തിച്ചു. ദൈവമക്കളെ, കയ്യിലിരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കഞ്ഞി കുടിക്കാനുള്ളതല്ല. ഇല്ലാത്തവനും കൂടെയുള്ള കഞ്ഞിയുടെ കാശ നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. ദൈവമക്കളെ, ഒരു പാപി ഒരു ദേശത്തുണ്ടെങ്കിൽ ആ ദേശത്തിന് മുഴുവൻ ആ പാപിയുടെ മേൽ ഉത്തരവാദിത്വമുണ്ട്. ഹല്ലേലൂയ. കാരണം ചേട്ടായിക്ക് കുഷ്ഠരോഗ, പണിക്ക് പോയാലെല്ലാവരും കഞ്ഞി വെക്കാൻ പറ്റത്തുള്ളൂ. ചേട്ടായിക്ക് കുഷ്ഠരോഗ. പിന്നെ ഒരു ചേട്ടത്തി പെണ്ണുണ്ട്. അതിങ്ങനെ ചേട്ടായിയുടെ അടുത്തൊക്കെ ഇരിക്കണം. കാരണം ആരെങ്കിലും ഒരാൾ കൂടെ വേണം. ദൈവമക്കളെ, ആ കുടുംബത്തിൽ നിങ്ങൾ കൊണ്ട് കഞ്ഞി കൊടുക്കുമോ? ആ കുടുംബത്തിൽ കൊണ്ടുപോയി നിങ്ങൾ മരുന്ന് വാങ്ങിച്ചു കൊടുക്കുമോ? മക്കളെ, പാപവും പുണ്യം തമ്മിലൊക്കെ ഉള്ള അകലം ഒരു ശ്വാസത്തിൻ്റെ അകലേ ഉള്ളൂ. വായിക്കുന്നവൻ്റെ കണ്ണിലാ മക്കളെ പാപവും പുണ്യമൊക്കെ ഇരിക്കണേ. അല്പം കൂടെ അലിവ് ഈ കൺവെൻഷനിൽ പങ്കെടുക്കുമ്പോൾ ഈ കുരിശ് അലിവിൻ്റെ അടയാളത്തിൻ്റെ പേരാ വിശുദ്ധ കുരിശ്. അല്ലാതെ വേറെ ഞാനത്ര അലിവുള്ള മനുഷ്യനൊന്നുമല്ല. അത്രയൊന്നും അലിവെന്ന് അത്രയൊന്നും കാര്യമായിട്ട് ഒട്ടുമില്ല. വണ്ടിച്ചിരി ഇങ്ങോട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒട്ടും അലിവില്ലാത്തൊരു മനുഷ്യനാണ്. ഈ കുരിശൊക്കെ ഇങ്ങനെ ചങ്കിലോട് ചേർത്ത് വെക്കുമ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ണു അടച്ച് കിടക്കുന്നവൻ ഓർപ്പിച്ച് തരുന്നില്ലേ? കണ്ണു അടച്ച് കിടക്കുന്നവൻ നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നില്ലേ? ദാ ഈ പെണ്ണ അവൾ അങ്ങനെ ഉണ്ടാക്കിയതായിരുന്നു. കുറച്ച് സുഗന്ധതൈലം വാങ്ങിച്ചുകൊണ്ട് വന്നു. എത്രയാ? 300 ദിനാറയ്ക്കുള്ള നിസാര പൈസ ഒന്നുമല്ല ഉണ്ടാക്കിക്കുന്നത്. 1 വർഷം ജീവിക്കാനുള്ള പണം ഉണ്ടാക്കിയവള്. ഞാൻ വണ്ടിപ്പെരിയാറി കൊച്ചച്ഛനായിരുന്നു. അവിടെ ഒരു അച്ഛൻ ഒരിക്കൽ എന്നോട് പറഞ്ഞ കാര്യം, അച്ഛൻ ഇപ്പം ജീവിച്ചിരിപ്പില്ല. അച്ഛൻ എന്നോട് പറഞ്ഞാ, നമ്മുടെ ഈ പെരിയാറ് പള്ളിയിലെ ഈ കുരിശും തൊട്ടി വീഴുന്ന പണവേ അതാരുടെ പൈസയാണെന്ന് അച്ഛൻ അറിയാവെന്ന് ചോദിച്ചു. പാവങ്ങളുടെ ദൈവങ്ങളെ ഇവിടെ വീഴുന്ന നേർച്ച ഈ പഴിച്ച് ബക്കറ്റോട് നിരത്തി വെച്ചിട്ടുണ്ടല്ലോ. ഇതിനകത്തിടുന്നവൻ ചങ്കിടിപ്പുള്ളവനായിരിക്കും, ഹൃദയം മുറിഞ്ഞിട്ടുള്ളവനായിരിക്കും. അച്ഛൻ പറയുമായിരുന്നതിനോട്, വേൽസജ്ജന വേറൊരച്ഛനും അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഏതച്ഛനാന്നൊക്കെ ആലോചിച്ച് റിസർച്ച് നടത്താൻ പോകേണ്ട. വേൽസജ്ജൻ പറഞ്ഞ കാര്യമാണ് ഞാൻ പറയണേ. അച്ഛൻ പറയും, ഞാൻ രാവിലെ എഴുന്നേറ്റ് മുറ്റത്ത് വരുമ്പോൾ ഞാൻ കാണാറുണ്ടായിരുന്നു. ഇപ്പം അങ്ങനെയല്ല. പഴയ കഥ ഞാൻ പറഞ്ഞ ഒരു 30 കൊല്ലത്തെ ഒരു 25 കൊല്ലം പിന്നിലോട്ട് അടിച്ചു. അന്നത്തെ കഥയാണ് ഞാൻ പറയണേ. ആ കുരിശടി ഇന്നില്ല അവിടെ. ആ കുരിശടി ഇല്ലെന്ന് ഞാനൊന്നും പറയില്ല. വ്യാഖ്യാനിക്കാനൊന്നും ഞാനാളല്ല. ആ കുരിശടി അവിടെ ഇല്ല. ഞാനതിൽ പോകുമ്പോൾ ചങ്കിടിച്ചു തൊടാൻ പേടിയായിരുന്നു എനിക്ക് ആ കുരിശടിയിൽ. കാരണം അവിടെ വീണ പൈസ കൊണ്ട് 1 വർഷക്കാലം കഞ്ഞി, 1.5 വർഷക്കാലം കഞ്ഞി കുടിച്ചതാണ് ഞാൻ. ഈ പൈസയുടെ കഞ്ഞി ഞാൻ കുടിച്ചതാ 1.5 കൊല്ലം. ഒരു പുരോഹിതനായിരിക്കുമ്പോൾ ഒത്തിരി കയ്യിലുണ്ട് മക്കളെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര പൊങ്ങിയൊന്നുമല്ല ഈ അച്ഛന്മാർ നടക്കണേ. കഞ്ഞിക്ക് ഉപ്പ് കൂടും ചിലപ്പം, നിങ്ങളുടെ കണ്ണീരിൻ്റെ ഉപ്പ് ഒക്കെ മക്കളെ. പള്ളി എന്നൊക്കെ പറഞ്ഞാൽ കണ്ണ് നിറയും. വിമലഗിരിയിൽ ഒരു ആരാധന ചാപ്പൽ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം എൻ്റെ കല്ല് ഞാൻ പിതാവ് വെഞ്ചരിച്ചെന്ന് ഞാൻ കല്ലിട്ടു. ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുപോയി. സത്യമായിട്ടും പറയുക, ഞാൻ ഏങ്ങലടിച്ച് കരഞ്ഞുകൊണ്ടാണ് കല്ല് വെച്ചത്. ആരുടെയൊക്കെ കഷ്ടപ്പാട്. ഒരു വിധവയായ സ്ത്രീ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ പള്ളിക്ക് എന്തെങ്കിലും തരണമെന്ന് എനിക്കുണ്ട്. ഈ പള്ളിക്ക് എന്തെങ്കിലും തരണം. ഞാൻ എൻ്റെ പൊന്നു ചേച്ചിയുടെ മക്കളെ പഠിപ്പിക്കാൻ കാശില്ലെന്ന് പറഞ്ഞ് ചേച്ചി എൻ്റെ അടുത്ത് വരുന്നത്. എന്നാലും അച്ഛോ, ആരാധന ചാപ്പലല്ലേ. പള്ളികൾക്കും ആരാധന ചാപ്പലുകൾക്കും കുരിശടികൾക്കും ഒക്കെ പറയാനൊരു കഥയുണ്ട് മക്കളെ. എല്ലാത്തിനും ഉണ്ട്. ഈ തടിക്ക് പറയാനൊരു കഥയുണ്ടെന്ന്. 300 ദിനാറയ്ക്കുള്ള പടയും കൊണ്ട് ഇവളെന്ത് ചെയ്തു? ഏറ്റവും വില കൂടിയ പെർഫ്യൂം. കഞ്ഞിക്ക് വകയില്ലാത്തവളാ പോയി വാങ്ങിച്ചിരിക്കുക. ഏറ്റവും വില. കാരണം എൻ്റെ നാഥൻ്റെ വില ഒരുപാടാ. അവൻ എനിക്ക് തന്ന, അവന് ജീവന്റെ വിലയാ. എന്റെ ദൈവത്തിന് ജീവന്റെ വിലയാതാ. നിങ്ങൾ ഗോതമ്പപ്പത്തിന് മുമ്പ് കുമ്പിട്ടോ, പക്ഷെ എനിക്കത് ജീവന്റെ വിലയാ. എന്റെ ആത്മാവിന്റെ വിലയാതാ. ഞാൻ എന്റെ ജീവിതത്തെ മുഴുവൻ ഉണ്ടാക്കിയത് അവന്റെ പാതാന്തികത്തിൽ. കൊച്ചെഴുന്നേറ്റ് കരച്ചിലായി.
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, പാപം മോചിക്കുമ്പം സ്നേഹം കവിഞ്ഞൊഴുകും. പാപം മോചിക്കപ്പെടുമ്പം സ്നേഹം കവിഞ്ഞൊഴുകി തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമക്കളെ, അനുതാപം എന്ന് പറയുന്നത് വഴി കൂടെ വലിയുന്നതല്ല മക്കളെ. അനുതാപം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മുമ്പിൽ കരയുന്നതാ, ഒരു കടപ്പാടിന്റെ മുമ്പിൽ കരയുന്നതാ, ഒരു ബലിയുടെ മുമ്പിൽ കരയുന്നതാ, ഒരു ത്യാഗത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നതിന്റെ പേരാ അനുതാപം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ തൽക്കാലം അവിടെ നിർത്താം, അല്ലെങ്കിൽ പ്രശ്നമാവും. നമുക്ക് എഴുന്നേറ്റ് മക്കളെ, ഒന്ന് എഴുന്നേറ്റോ. യേശുവേ നന്ദി. ഒന്ന് എഴുന്നേറ്റ് മക്കളെ, ഒന്ന് കണ്ണുകളടച്ച് ഒന്ന് ഹൃദയത്തിലേക്കൊക്കെ നോക്കി. ആരെയും ഭാരപ്പെടുത്താൻ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഭാരം എടുത്ത് കളയാൻ വേണ്ടി പറഞ്ഞത് പരിശുദ്ധാത്മാവ്. അവൻ ഭാരപ്പെടുത്തുന്ന ആത്മാവല്ല, അവൻ സ്വാതന്ത്ര്യം തരുന്ന ആത്മാവാ. ഈ രാത്രിയിൽ പറഞ്ഞല്ലേ, അവൻ്റെ നിശ്വാസം ആ പാപത്തെ ഊതി മാറ്റിയെങ്കിൽ അവൻ്റെ പരിശുദ്ധാത്മാവ് കുഞ്ഞെ, നാളെ കുമ്പസാരമുണ്ട്. കുട്ടിക്കാലം പള്ളിയിൽ വെച്ചാണ് കുമ്പസാരം നടക്കാൻ പോണത്. നിങ്ങളൊരു 3:30 മണി മുതൽ വന്നാലച്ചന്മാർ അവിടെ ഉണ്ടാവും. ഒരു 3:30 മണി മുതൽ നന്നായിട്ട് ഒരുങ്ങി വാ. പാപത്തെ പറ്റി അധികമൊന്നും പറഞ്ഞു തരാൻ പറ്റിയിട്ടില്ല. പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുന്നത് നല്ലത്. ഒന്ന് കരയണം, ബൈബിൾ എടുത്ത് വെച്ച്, ഈ ബൈബിൾ എടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഒന്ന് കരയണം. ഈ വചനം ദൈവത്തിന്റെ സ്നേഹമാ, ഇത് ദൈവത്തിന്റെ കരുണയാ. ഓർക്കണില്ലേ ലൂക്കാ 15 ഈശോ പറഞ്ഞ ആ കൊച്ചു പയ്യന്റെ കഥ? അമ്മയുടെ സ്നേഹം കിട്ടാത്തതിന്റെ കുഴപ്പമായിരുന്നു. നിങ്ങളെല്ലാം കൂടെ അവനെ ധൂർത്തപുത്രൻ എന്ന് പേരിട്ടു. അമ്മയില്ലാത്ത കൊച്ചിന്റെ ദുരന്തമായിരുന്നത്. സ്നേഹം കിട്ടാത്തവന്റെ അമ്മ വെച്ച കഞ്ഞി അവൻ കുടിച്ചിട്ടില്ല, അമ്മ കൊടുത്ത ചുംബനം അവന് കിട്ടിയിട്ടില്ല. അപ്പന്റെ കുറച്ചൊക്കെ മാത്സര്യം അപ്പൻ എന്തോരം സ്നേഹിക്കാൻ പറ്റും. ഒപ്പം എന്തിന്റെയും പേരിൽ കുറ്റപ്പെടുത്തുന്ന ചേട്ടായി വീട്ടിലുണ്ട്. അവന്റെ കുഴപ്പമാണോ ഇതൊക്കെ? ദൈവമക്കളെ, നിന്റെ കുഴപ്പമൊക്കെ എന്റെ കുഴപ്പം, ദൈവത്തിന്റെ കുഴപ്പമാണ്. എന്തിനാ അമ്മയെ നേരത്തെ വിളിച്ചത്? ആ വീട്ടിൽ ആ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ പിഴകളൊക്കെ ദൈവത്തിന്റെ മുറിവുകളായി മാറുക. മക്കൾ, ഈശോയെ ഒന്ന് കണ്ണടച്ച്. ഈശോയെ, ഞാൻ നിൽക്കുന്നൊരിടമുണ്ട്, ഞാൻ നിൽക്കുന്നൊരിടമുണ്ട്. ഈശോ, കണ്ണുകളടച്ച് ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഞാൻ നിൽക്കുന്ന ഇടമുണ്ട് കർത്താവ്. അഗ്നിനാവുകളില് ആ മുൾപ്പടപ്പില് അങ്ങ് എഴുന്നള്ളി വന്നിട്ട് പറഞ്ഞില്ല, ചെരുപ്പഴിച്ചു മാറ്റടാ. ചെരുപ്പഴിച്ചു മാറ്റാൻ നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ. പൊന്നുകുഞ്ഞൻ പറയുക, നിന്നെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് ഒരു വിശുദ്ധമായ സ്ഥലത്തേക്ക്. ഒന്ന് കാണണം എനിക്കത്. എനിക്ക് കെടാത്ത തീയൊന്ന് കാണണം, ഈ സ്നേഹം എനിക്കൊന്ന് കാണണം. ഈശോയെ, ഈശോയെ, ആഗ്രഹിച്ച മക്കളെ എല്ലാം ആ സ്നേഹത്തീയിൽ കത്തിച്ചാമ്പലാകും. എല്ലാം ആ സ്നേഹത്തീയിൽ, പരിശുദ്ധാത്മാവിന്റെ തീയിൽ കത്തിച്ചാമ്പലാകും. ഈശോ, മക്കളെ കുറ്റബോധമൊന്നും വേണ്ട. അവന്റെ തീയില് മുള്ളും മുൾച്ചെടിയും കത്തിച്ചാമ്പലാകൂടെ മുട്ട. മനുഷ്യരെന്ത് വേണേ പറഞ്ഞോട്ടെ, അത് വിഷയമല്ല മക്കള്. ദൈവം പറയുന്നത് ആ വിഷയം. ഇവൻ എന്റെ പൊന്നോമന, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഈശോയെ, പൊന്നുമക്കളെ കാണണേ ഈ രാത്രിയിൽ. ഈശോ, നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടവൻ, നമുക്ക് വേണ്ടി ഇല്ലാതായവൻ, നമുക്ക് വേണ്ടി എന്റെ വഴിയാണെന്ന് പറഞ്ഞവൻ, നമുക്ക് വേണ്ടി നമ്മുടെ പാപങ്ങൾ ഊതിക്കെടുത്തുന്നവൻ, നമ്മളോട് കരുണ കാട്ടുന്നവൻ. പൊന്നുമക്കളെ, അവൻ നമ്മളെ വിളിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവൻ. ഈശോ കുർബാനയിലേക്ക് പോകണം. ദൈവമേ വരണേ, എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ഈശോയെ, ആത്മാവാം ദൈവമേ വരണേ, ഈശോയെ,
നിന്റെ ഉള്ളിൽ വസിക്കാൻ വാനിലേക്ക് നോക്കിക്ക മക്കളെ. ഭാരത്താൽ ഞാൻ തളർന്നിടുമ്പോ ശക്തിയായി നിനക്ക് ഈ രാത്രിയിൽ ദൈവം മാത്രമേ ഉള്ളൂ. ഈ രാത്രിയിൽ ദൈവം മാത്രമേ നിനക്കുള്ളൂ. നിന്റെ കൂട്ട് ദൈവം, നിന്റെ അപ്പൻ ദൈവം, നിന്റെ അമ്മ ദൈവം, നിന്റെ തണല് ദൈവം, നിന്റെ ആശ്രയം ദൈവം, നിന്റെ സുഹൃത്ത് ദൈവം. വാനിലേക്ക് നോക്കി വസിക്കാൻ വരണേ ആത്മാവേ വരണേ നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. 42 സങ്കീർത്തനം പറയുന്നു, നീർച്ചാൽ തേടുന്ന മാൽപ്പേടയെ പോലെ. ഇനി ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ വീട് മരിക്കാൻ പോവുക. ഇനി ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ വീട് മരിക്കാൻ പോവുക. ഇനി ഒരു തുള്ളി വെള്ളം കിട്ടിയില്ലെങ്കിൽ തളർന്ന് വീഴാൻ പോവുക. നീർച്ചാൽ തേടുന്ന മാൽപ്പേടയെ പോലെ ദൈവമേ, എന്റെ ഹൃദയം അങ്ങയെ തേടുന്നു. എന്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു. അതെ, ജീവനുള്ള ദൈവത്തിനായി ജീവിതം സമർപ്പിച്ചു മക്കളെ. ഏത് തകർച്ചയായിക്കൊള്ളട്ടെ, അതിനേക്കാൾ വലിയവനാ ദൈവം. ഏത് ദുരന്തമായിക്കൊള്ളട്ടെ, അതിനേക്കാൾ വലിയവനാ ദൈവം. ഏത് തകർച്ചയായിക്കൊള്ളട്ടെ, അതിനേക്കാൾ വലിയവനാ ദൈവം. ഏത് പാപമായിക്കൊള്ളട്ടെ, അതിനേക്കാൾ വലിയവനാ ദൈവം. ഏത് പരാജയമായിക്കൊള്ളട്ടെ, അതിനേക്കാൾ വലിയവനാ ദൈവം. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, മക്കളിലേക്ക് ദേശദേശാന്തരങ്ങളിലേക്ക് ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. കരങ്ങളും നീട്ടിപ്പിടിച്ച് പാടിക്കേ. കരങ്ങളൊന്ന് നീട്ടിപ്പിടിച്ച് ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, ആത്മാവാം ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ, നിന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. പരിശുദ്ധാത്മാവേ, കുടുംബ ബന്ധങ്ങളിൽ വന്നുപോയ തകർച്ച എന്റെ ഹൃദയം നേറുന്ന കർത്താവ്. എന്റെ മാതാപിതാക്കളോട് ഞാൻ ചെയ്യേണ്ടിയിരുന്ന ഉത്തരവാദിത്വങ്ങൾ, എന്റെ അപ്പൻ എനിക്ക് വേണ്ടി ജീവിച്ച മനുഷ്യനാ. ഞാനായിരുന്നു അപ്പന്റെ അഭിമാനം. എന്റെ അമ്മ എന്തോരം സഹിച്ചു ആ പാവം, എന്തോരം കഷ്ടപ്പാടുകളിലൂടെ ആ പാവം കടന്നുപോയി. ഞാനൊരു പരിഗണന കൊടുത്തില്ലല്ലോ. ഇന്നും ഞാൻ അമ്മയെ കാണാനൊന്നും പോകാൻ പോലും പറ്റണില്ലല്ലോ. ഓ ദൈവമേ, എനിക്ക് കാവൽമാലാഖയെ പോലെ തന്ന എന്റെ ജീവിത പങ്കാളി, അന്ന് തിരുവൾത്താരയുടെ മുമ്പിൽ ഞാൻ തീരുമാനമെടുത്തതാ, ഞാനിവളുടെയാണ്, ഞാനിവന്റെയാണെന്ന്. മരിച്ചാലും മരണത്തോളം എത്തി നിൽക്കുന്ന, സുഖമായിരുന്നാലും ദുഃഖമായിരുന്നാലും, ആരോഗ്യമായിരുന്നാലും അനാരോഗ്യമായിരുന്നാലും, ഓ കർത്താവ്, വിട്ടു പിരിയില്ല, വേദനിപ്പിക്കില്ല എന്ന് പറഞ്ഞു തുടങ്ങിയ ബന്ധമാ അങ്ങയുടെ തിരിച്ചോരയിൽ കൈവച്ച്, ഈശോയെ അങ്ങയുടെ തിരിച്ചോരയിൽ കൈമുക്കി തുടങ്ങിയ ഒരു ബന്ധം ഇന്ന് വെറുപ്പാ കർത്താവ്, ഇന്ന് മടുപ്പാ കർത്താവ്, ഇന്ന് ദേഷ്യ കർത്താവ്, ഇന്ന് ശപിക്കുക കർത്താവ്. ഈശോ ഈശോ കാത്തുകാത്തിരുന്ന് കിട്ടിയ കുഞ്ഞുങ്ങളാ. ഈശോ മനസ്സിന്റെ ഭാരമായിട്ട് പോകാനുള്ള കർത്താവ്, മനസ്സിന്റെ ഭാരമായിട്ട് കുഞ്ഞുങ്ങൾ തീരുക. എന്റെ കൊച്ചിന് തന്നെ പറ്റി, എന്തോ സ്നേഹം കൊടുത്ത ഈ കൊച്ചിനെ ഞാൻ വളർത്തിയത്. എന്റെ ചോരയല്ലേ ഈ കുഞ്ഞ്, എന്റെ ജീവനല്ല ഈ കുഞ്ഞ്. ഞാൻ ജീവിച്ചത് ഇതിനു വേണ്ടിയല്ല. എന്താ കർത്താവ്, എന്റെ പൊന്നും മക്കൾ എന്നെ മനസ്സിലാക്കാത്തത്? എന്റെ ചോര കൊച്ചുപ്രായത്തില് സത്യത്തിൽ എന്നെ വളർത്തിക്കൊണ്ട് വന്ന എന്റെ സഹോദരങ്ങളല്ലേ, അവരല്ലേ എന്റെ എല്ലാമായിരുന്നത്.
എന്റെ ചുറ്റിൽ നിന്ന മാലാഖമാരല്ലായിരുന്നോ എന്റെ സഹോദരങ്ങള്? ഇപ്പൊ അവരൊക്കെ അകന്നല്ലോ കർത്താവ്. അവരെല്ലാം ഞാൻ അകറ്റിയല്ലോ കർത്താവ്. ഇന്ന് സമ്പത്തോ വലുത് ഈശോ, ഇന്ന് ലാഭങ്ങളോ വലുത് ഈശോയെ. കയ്യിലെ വിരല് പോലെ എന്റെ സഹോദരങ്ങളെ ഒന്ന് ചേർത്ത് പിടിക്കാനുള്ള കൃപ കർത്താവ്. കുടുംബത്തിൽ അകന്നു പോയ ബന്ധങ്ങളെ തിരിച്ചു തരണേ കർത്താവ്. ഈശോ, ഒരുപാട് പേരെ നോവിച്ചിട്ടുണ്ട് കർത്താവ്. ഒരുപാട് പേരെ ഞാൻ തകർത്തിട്ടുണ്ടല്ലോ കർത്താവ്. ഒരുപാട് പേരുടെ ജീവിതങ്ങളെ ഞാൻ തകർത്തിട്ടുണ്ടല്ലോ. ഞാൻ കാരണം തകർന്നു പോയ ജീവിതങ്ങള്, ഞാൻ കാരണം ഭാവി തകർന്നു പോയവര്, ഞാൻ കാരണം ജീവിതത്തിൽ വല്ലാത്ത നിരാശയിൽ കഴിയുന്നവര്, ഞാൻ കാരണം ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കുന്നവര്. ഈ കുരിശിന്റെ ചുവട്ടില്, ഈ കുമാരിയുടെ ചുവട്ടിൽ നമിക്കുക കർത്താവ്. ഇനി വയ്യ കർത്താവ്, ഈ ഭാരം എനിക്ക് വയ്യ, ഈ ഭാരം എനിക്ക് വയ്യ. ഈ രാത്രിയിൽ ഭാരമില്ലാത്ത തങ്ങളുടെ ആത്മാവില്, ഭാരമെടുത്തു മാറ്റുന്ന തങ്ങളുടെ ആത്മാവില് മകനാക്കുന്ന മകളാക്കുന്ന അങ്ങനെ തിരിച്ചവരെ കർത്താവ്. ഈ പൊന്നു മക്കളിലേക്ക്, ഈ മാതാപിതാക്കളിലേക്ക്, ഈ ഭാര്യ ഭർത്താക്കന്മാരിലേക്ക്, ഈ സഹോദരി സഹോദരങ്ങളിലേക്ക്, ഈ കുഞ്ഞുമക്കളിലേക്ക് സ്നേഹത്തിന്റെ നീരരുവി അഭിഷേകം ചെയ്യണേ. പരിശുദ്ധി നൽകണേ. അഭിഷേകം മുതൽ ഇന്നുവരെയുള്ള ജീവിതാനുഭവങ്ങളെ, എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങള്, എന്നെ സങ്കടപ്പെടുത്തുന്ന കാര്യങ്ങള്, എനിക്ക് കുറ്റബോധം തന്ന കാര്യങ്ങള്, എന്നെ ഭാരപ്പെടുത്തുന്ന കാര്യങ്ങള്, അഭിഷേകം ശക്തിയിലെ ചോരകൾ ഈശോ ബന്ധങ്ങളിലേക്ക്, ജീവിതങ്ങളിലേക്ക്, ആശകളിലേക്ക്, അത്ഭുത വിടുതലുകൾ ഉണ്ടാവട്ടെ. മനസ്സങ്ങൾ നീങ്ങിപ്പോകട്ടെ. മാതാപിതാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ, മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ, സഹോദരങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങോട്ട് തിരിച്ചോരയാ, അങ്ങോട്ട് തിരിച്ചോരയാ. ഈശോയേ, ഒന്ന് നീട്ടി വിളിച്ച ഈശോയേ, ഈശോയേ, ഈശോയെ, 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 ഈശോയെ. അനേകരിലേക്ക് സൗഖ്യം പടരുന്നത് മക്കളെ. സന്ദേശം അച്ഛനെടുക്കുന്നില്ലെന്ന് ചില ക്രോണിക് ഡിസീസസ് സുഖപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ചില ക്രോണിക് ഡിസീസസ് നാളുകളായിട്ട് വർഷങ്ങളായിട്ടുള്ള ചില രോഗപീഠകൾ രക്ഷപ്പെടാൻ ഈ രാത്രിയോട് അടയാളങ്ങൾ കിട്ടും. നാളെ ആകെയിൽ സാക്ഷ്യം പറയാൻ സമയം കിട്ടുകയാണ്, നമുക്ക് സാക്ഷ്യം പറയുകയും ചെയ്യാം. സാക്ഷി എഴുതിക്കൊണ്ട് വന്നാലേ പറയിപ്പിക്കത്തുള്ളൂ. സാക്ഷി എഴുതിക്കൊണ്ട് വരാൻ കർത്താവ് അനേകർക്ക് സൗഖ്യങ്ങൾ,
ചില മുറിവുകൾ ഉണങ്ങുന്നു. കാലയിലുണ്ടായിരുന്ന നീര്, കാലിനുള്ള ബലത്തിലെ മൂവ്മെന്റ്സ് ഇപ്പൊ സൗഖ്യം കൊടുത്തുകൊണ്ടിരിക്കുന്നു. ചില ബന്ധങ്ങൾ മാപ്പ് ചോദിക്കാനും ചില തെറ്റുകൾ ഉപേക്ഷിക്കാനും ഒക്കെ കർത്താവ് കൊടുത്തുകൊണ്ടിരിക്കുക. നാളുകളായിട്ട് മുടങ്ങിക്കിടുന്ന ചില കാര്യങ്ങൾ, ബിസിനസ് അല്ലെ, മക്കളുടെ വിവാഹം അല്ലെ, വിദേശയാത്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ, നാളുകളായിട്ട് മുടങ്ങിക്കിടുന്ന ചില കാര്യങ്ങളിലേക്ക് ദൈവത്തിന്റെ അത്ഭുത ശക്തി പ്രസരിക്കുന്നുണ്ട്. ഇവിടെ ഒരുപാട് കണ്ണീരോടെ പ്രാർത്ഥിച്ചു ചില മക്കള്, ചില അമ്മമാര് കർത്താവ് ഇപ്പൊ അഭിഷേകം കൊണ്ട് നിറച്ചുകൊണ്ടിരിക്കുക. കൊച്ചു കുഞ്ഞുങ്ങൾ സുഖപ്പെടുന്ന കർത്താവ് കാണിച്ചു തരുന്നുണ്ട്. സിസ്റ്ററിനെ കർത്താവ് അത്ഭുതകരമായി സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. ഇപ്പൊ സീരിയസ് ആയിട്ടുള്ള രോഗപീഠ ഉണ്ടായ സിസ്റ്ററാണ്, സിസ്റ്റർ സൗഖ്യം കിട്ടുന്നുണ്ട്. ആത്മഹത്യാ പ്രവണതകളുള്ള ചിലര് 7 പേരോടെ കർത്താവ് വിടുതൽ കൊടുക്കുന്നുണ്ട്. ആത്മഹത്യ ഇടയ്ക്ക് ചിന്ത വരുന്ന 7 പേർക്ക് സമൂഹത്തിൽ കർത്താവ് ഇപ്പോൾ വിടുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രതികാരം ചെയ്യാൻ വേണ്ടി കാത്തിരുന്ന മക്കൾക്ക് കർത്താവ് ഒരു അത്ഭുതകരമായ അഭിഷേകം ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആരോ ശത്രുതയാണ്, അവനെ തീർക്കും, അവന് കേസ് കൊടുക്കും, അവനെ നശിപ്പിക്കും, അവനെ കൊല്ലിക്കും, അങ്ങനെ പ്രതികാര ചിന്തയുമായിട്ട് നടന്നുകൊണ്ടിരുന്ന എന്നാൽ 18ലധികം മക്കളിൽ നിന്ന് ആ പ്രതികാര ചിന്ത കർത്താവ് ഇപ്പോൾ എടുത്തു മാറ്റും. കുടുംബ ബന്ധങ്ങളിൽ വന്നുപോയ ചില തകർച്ചകള്, ചില ദുരന്തങ്ങള്, അത് കർത്താവ് ആ മേഖലയിലേക്ക് കർത്താവ് ഇടപെടുന്നുണ്ട്. ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും പഴയ തെറ്റുകളിലേക്ക് മടങ്ങിപ്പോകാതിരിക്കാനുമുള്ള കർത്താവ് മക്കൾക്ക് കൊടുക്കുന്നുണ്ട്. കുഞ്ഞു മക്കളെ ഈശോ അനുഗ്രഹിക്കുന്നുണ്ട്. കൊച്ചുങ്ങളിങ്ങനെ പുസ്തകവുമായിട്ട് നോക്കുന്ന കുട്ടികളെ ഈശോ അനുഗ്രഹിക്കുകയാണ്. അത് ജ്ഞാനത്തിന്റെ അഭിഷേകമാണ്. പഠന മേഖലയിൽ അഭിഷേകങ്ങളിൽ കുറച്ചധികം മക്കളെ ഈശോ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക. പരിശുദ്ധാത്മാവ്, 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 പരിശുദ്ധാത്മാവ് വാനയിലേക്ക് നോക്ക്. ഈശോ, 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 നീ മാത്രം മതി എനിക്ക്. ഈശോ, നീ മാത്രം, നീ മാത്രം കർത്താവ്, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, You alone deserve me, Lord. നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, നീ മാത്രം മതി, ഈശോ, നീ മാത്രം മതി, നീ മാത്രം മതി.